ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളൊരു 2 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ജർമ്മൻ ഫ്രീ ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻസ് പ്ലസ് ഫ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓഡിയബിൾ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം. കാരണം നിങ്ങൾക്ക് ഓഡിയോ വോണ്ട് ബി ഗുഡ് എന്നല്ലെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കത്തില്ല. കാരണം നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഐ ഹോപ്പ് ഇറ്റ് വുഡ് ബി എ വണ്ടർഫുൾ സെക്ഷൻ. ഇത് വളരെ മനോഹരമായ സെക്ഷൻ ആയിരിക്കുമെന്നും ഒരിക്കലും നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് വേസ്റ്റ് ആയി പോകത്തില്ലെന്നും ഐ ഗ്യാരണ്ടി യു ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. സോ നമുക്കൊരു വിതിൻ 1 to 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ വെബിനാറിൻ്റെ സെക്ഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ടു എവരി വൺ. നിങ്ങൾ ഈ ഒരു ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കയറിയവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു റിസ്ക് എടുത്ത് അതിന് ടൈം മാറ്റി വെച്ചവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈവനിങ്ങിൽ കാണുമായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് മടുത്തു പോകുന്ന ആൾക്കാരായിരിക്കും. വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു മൂവി കാണാമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ സർഫ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അതെല്ലാം വേണ്ടെന്ന് വെച്ച് എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജർമ്മൻ നഴ്സിംഗ് ഫ്രീ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ലേൺ ചെയ്യാം, അതെന്താണെന്ന് പഠിക്കാം, അതിനെക്കുറിച്ച് അറിയാം എന്ന് വിചാരിച്ച് കയറിയപ്പോൾ തന്നെ ഐ ബിലീവ് യു ഹാവ് ഡൺ എ ഹാവ് വേ. നിങ്ങളൊരു പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഹാവ് സ്റ്റാർട്ട് ദ ജേർണി വിച്ച് ഈസ് റിയലി അപ്രീഷിയേറ്റഡ്. അപ്പോൾ എനിവേ നമ്മൾ തുടങ്ങും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ നൽകുന്നതായിരിക്കും. ദെൻ വി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ജേർണി, എ ന്യൂ ബിഗിനിങ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടും ടൈം കളയാതെ വളരെ ഷോർട്ടായിട്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് ലേൺ ചെയ്തു പോകും. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം. അതിന് സത്യത്തിൽ നമ്മുടെ ഇതിൽ ചാറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഏത് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ചെയ്തിടാം. ഒരു ലാംഗ്വേജ് ട്രെയിനർ എന്ന നിലയ്ക്ക്, അതുപോലെ ഒരു ഇമിഗ്രേഷൻ ഏജന്റ് എന്ന നിലയ്ക്ക്, റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഐ വിസിറ്റ് ജർമ്മനി. നെക്സ്റ്റ് വീക്ക് ഞാൻ വീണ്ടും ജർമ്മനിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻഡ് എവറിത്തിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫർഹാൻ ഇൻഫർമേഷൻ തന്നെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. സോ വി ഹോപ്പ് സോ കേട്ടോ. അപ്പോൾ നമ്മൾ എനിവേ ഞാൻ ഒരിക്കൽ കൂടി മുമ്പേ പറഞ്ഞതുപോലെ ഈ ദിവസം, ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ഇന്ത്യൻ ടൈം 8 മണിക്ക് ഒരു സൂമിൽ കയറാൻ തീരുമാനിച്ചത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ്, 100% ഞാൻ വിശ്വസിക്കുന്നു, ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു പാത്ത് ചേഞ്ചിങ് ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യം ഫ്രീ ജർമ്മൻ ട്രെയിനിങ് ഇൻ ജർമ്മനി, അല്ലെങ്കിൽ ജർമ്മനിലെ ഫ്രീ ജർമ്മൻ ട്രെയിനിങ് ആണ്. ഒന്നാമതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, വൈ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ആരൊക്കെ പഠിക്കണം, നമ്മൾ അതിനെക്കുറിച്ച് കവർ ചെയ്യും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നെക്സ്റ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നത്, അതിൻ്റെ ഉള്ള ബേസിക് ലാംഗ്വേജ് ക്രൈറ്റീരിയ എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്താണ്. അങ്ങനെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് ജർമ്മൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് പാസ് ആയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു യൂറോപ്പ്. നിങ്ങൾ യൂറോപ്പിൽ പോകണം, യൂറോപ്പിൽ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന്, നിങ്ങളുടെ പേരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. ഐ നെവർ ബിലീവ് വേറെ ഏത് രാജ്യങ്ങളിൽ ജോലി ചെയ്താലും ഈ ഒരു നേഴ്സിന് അവർക്ക് തുല്യമായ പരിഗണനയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ജർമ്മൻ പഠിക്കാൻ പറയുന്നത്? നമുക്കറിയാവുന്ന പോലെ ഒരു രാജ്യത്തോട്ടും ഒരു നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകണമെങ്കിൽ 2 കടമ്പകൾ നമുക്ക് നോർമലി ഉണ്ട്. ഒന്ന് ലാംഗ്വേജ് ട്രെയിനിങ്, 2 ക്ലിനിക്കൽ എക്സാം. അതേസമയം നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്കാണെങ്കിൽ അവിടെ ക്ലിനിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ, ലാംഗ്വേജ് ട്രെയിനിങ് ഇല്ല. ബിക്കോസ് ദേ ഡോണ്ട് പ്രൊവൈഡ് യു ദ PR. അവർ നമുക്ക് PR കാര്യമൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ വിസ എടുത്ത് കണ്ടിന്യൂസ്ലി പോകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഒരു PR കിട്ടി പോകുന്ന ഒരു രാജ്യത്തേക്ക് നമ്മൾ ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നോർമലി ഒരു ലാസ്റ്റ് 7 years ആയിട്ട് OET ITS ട്രെയിനിങ് രംഗത്ത് ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ലാസ്റ്റ് ഒരു 5 years OETയുടെ ബൂമായിരുന്നു. 10,000-കണക്കിന് ആൾക്കാർ OET പഠിച്ച് നമ്മുടെ UK-യിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയക്കും ന്യൂസിലാൻഡൊക്കെ പോയി. ഇതൊരു സൈക്കിളാണ്. ഓരോ 10-15 വർഷം കൂടുമ്പോഴാണ് ഇത് വരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നമുക്കറിയാം എന്താണ്. ഇപ്പം OET പഠിച്ച് പാസ്സായവർക്ക് പോലും ഒരു സ്ഥലത്തോട്ട് പോകാൻ ഓപ്ഷൻ ഇല്ല. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. OET പഠിച്ച് പാസ്സായി ക്യാപ്പ് കഴിഞ്ഞവർ പലരും നാട്ടിൽ നിൽക്കുന്നു, ചില ഓസ്ട്രേലിയൻ പ്രോസസ് തുടങ്ങിയിരിക്കും. സോ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇനി OET പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ IELTS പഠിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ്. പിന്നെ ഓരോ സമയത്തും ഞാനിപ്പോൾ പറഞ്ഞ നേഴ്സുമാർക്ക് വേക്കൻസി ഉള്ളതുപോലെ ലോകത്തിൽ വേറെ ആർക്കും വേക്കൻസി ഇല്ല.
ഓരോ സമയത്തും ഓരോ രാജ്യങ്ങൾ ഓപ്പൺ ആയിരിക്കും. അതിന് ബെസ്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ UK എടുത്താൽ ബിഗിനിങ് സ്റ്റേജ് റിക്രൂട്ട്മെന്റിന് പോയ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട വന്നില്ല, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലായിരുന്നു, ഇന്റർവ്യൂ ഒക്കെ ചുമ്മാതെ പാസ്സാക്കി വിടുമായിരുന്നു. കാരണം ഞങ്ങൾ ഒത്തിരി ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതാണ്. ഇന്റർവ്യൂ പാസ്സാക്കി വിടുമായിരുന്നു. ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ്, ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ, ഇഷ്ടമുള്ള ലൊക്കേഷൻ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. എക്സ്പീരിയൻസ് വേണം, നല്ല ലാംഗ്വേജ് പ്രൊവിഷൻസ് വേണം, അവർ ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ, ഇഷ്ടപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വി ഹാവ് ടു കോംപ്രമൈസ് ഇൻ സോ മെനി തിങ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൽ നിലവിൽ വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ഇസ് ഹ്യൂജ്. അതായത് അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താണ്, ജർമ്മനിയിലേക്ക് ആരും പോകുന്നില്ല. പക്ഷേ 2021 വരെ ജർമ്മനിക്ക് ഒരാൾ നേഴ്സായിട്ട് പോകണമെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപ ബൈ ഹാൻഡ് അവർ മുടക്കിയാൽ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളായിരുന്നു. ഹ്യൂജ് നഴ്സിംഗ് വേക്കൻസി ആയ സമയത്ത് ഗവൺമെന്റ് ആ റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുകയും റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പം ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ നമ്മളെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ലൈസൻസും ഡയറക്ട്ലി അവരുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, OET നിന്നതോടെ അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ അല്ലെങ്കിൽ നിന്നതോടുകൂടി നമ്മുടെ മുമ്പിൽ പോകാൻ വേറൊരു രാജ്യമില്ല. യു ഹാവ് ഓൺലി വൺ ഓപ്ഷൻ, ദാറ്റ്സ് ലേൺ ജർമ്മൻ. ജർമ്മൻ പഠിച്ചാൽ മാത്രമേ ഒരു 1 ഡേയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു രാജ്യത്തിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പറയുന്നത്, നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നതും പഠിച്ചാൽ ഹ്യൂജ് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന അഡ്വാൻറ്റേജസ് കേട്ടപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ, ലേൺ ജർമ്മൻ. ഇപ്പൊ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്. അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മളുടെ എല്ലാ റിക്വയർമെന്റുകളും അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. വൺസ് ഈ ആവശ്യമുള്ള ഇത് ഫില്ലായി കഴിഞ്ഞാൽ അവർ അവരുടേതായ ഡിമാൻഡുകളും കാര്യങ്ങളും വെക്കും. ഇൻ ദാറ്റ് ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിക്വയർമെന്റ് ഫില്ലാകുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻട്രോ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. 2, ജർമ്മനിയിൽ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് ആൾക്കാർ. പല ആൾക്കാർക്കും ഇതൊന്നും ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ എനിക്ക് 100% പറയാൻ പറ്റും. യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം എനിവെയർ. നിങ്ങൾക്കത് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഒരു വെബിനാറിൽ നിന്ന് കിട്ടത്തില്ല. ബിക്കോസ് വി ആർ മച്ച് പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇനി എവിടൊക്കെയാണ് നമുക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് യൂണീക് ക്ലിനിക്. യൂണീക് ക്ലിനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ജർമ്മൻ മെഡിക്കൽ കോളേജസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒന്ന് യൂണീക് ക്ലിനിക്. 2 ഹോസ്പിറ്റൽസ്. 3 നമ്മളുടെ എന്താണ് കെയർ ഹോംസ് അല്ലെങ്കിൽ ഔട്ടർ ഹോംസ്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അതിന് വേണ്ട ബേസിക് റിക്വയർമെന്റ്, ക്വാളിഫിക്കേഷൻ, അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് സ്വയമായിട്ട് അറിയാൻ പറ്റും. എനിക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ ഇന്ന സ്ഥലത്തോട് അങ്ങനെയൊന്നും. ഒന്നാമത്തേത് യൂണീക് ക്ലിനിക്. എന്താണ് യൂണീക് ക്ലിനിക്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ജർമ്മൻ മെഡിക്കൽ കോളേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് യൂണീക് ക്ലിനിക്കിനെ വിളിക്കാം. ഒരു മെഡിക്കൽ കോളേജിനോട് ചേർന്ന് റിസർച്ച് പ്രോഗ്രാമുകളും മറ്റുമുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഹോസ്പിറ്റലിനെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്, യൂണീക് ക്ലിനിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് ക്ലിയർ ആയി തോന്നുന്നു. യൂണീക് ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇത്രയും ഇതുള്ള 1 മിനിറ്റ് ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ഓക്കെ, യൂണീക് ക്ലിനിക് എന്ന് പറയുന്നത്. അപ്പൊ യൂണീക് ക്ലിനിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇത്രയാണ് യൂണീക് ക്ലിനിക്കിന്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. 2, ഏകദേശം 35 യൂണീക് ക്ലിനിക്കുകളാണ് ടോട്ടൽ ജർമ്മനിയിലുള്ളത്. 35ഓളം മെഡിക്കൽ കോളേജുകൾ ജർമ്മനിയിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം ഒരു നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു 3500 യൂറോ ഒക്കെയാണ്. 3500 ഓൺ ആൻ ആവറേജ് 3.5 ലക്ഷത്തിലേക്ക് അടുത്ത് വരും. ഒരു 3500 യൂറോ ഒക്കെയാണ് ഒരു ഫ്രഷറായിട്ട് 40 മണിക്കൂർ ജോലി ചെയ്യാൻ കയറുന്ന ഒരു നേഴ്സിന് യൂണീക് ക്ലിനിക്കിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. എന്താണ്? 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി കാര്യങ്ങൾ കിട്ടും. വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റമാണ് യൂണീക് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നത് മറ്റു ലഭിക്കുന്നത്. സോ ഇതാണ് ഒന്നാമതായി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഓൾട്ടർ ഹോംസ് ആണ്. ഞാൻ ഓൾട്ടർ ഹോംസിലേക്കാണത്. ഇനി ഓൾട്ടർ ഹോംസ് എന്ന് എന്താണ്? ഓൾട്ടർ ഹോംസ് ആണ് യൂണീക് ക്ലിനിക്ക് സിംപിളി ഒരു മെഡിക്കൽ കോളേജ് ജോലി സിസ്റ്റം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു യൂണീക് ക്ലിനിക്ക് ജോലി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു യൂണീക് ക്ലിനിക്ക് ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? നോർമലി അവർക്ക് 8 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് കമ്പൽസറി ആണ്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂണീക് ക്ലിനിക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്. 2, നിങ്ങൾ B2 ലാംഗ്വേജ് പാസ്സായെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് പ്രൊവിഷ്യൻസി വേണം. തട്ടിമുട്ടിയും പാസ്സായിരിക്കില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കണം. ഞങ്ങൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.
3 ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ദാറ്റ്സ് കമ്പൽസറി. അത് എഴുതിയെടുത്താൽ നല്ലതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ യൂറോപ്പിലോട്ട് പോകുന്ന എല്ലാ ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ടു സർവൈവ് ഇൻ യൂറോപ്പ്. 6 മാസം നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് അവിടെ വണ്ടി ഓടിക്കാം. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, നല്ല ലാംഗ്വേജ് പ്രൊഫഷൻസ് വേണം, 8 വർഷത്തിൽ അതുകൂടെ എക്സ്പീരിയൻസ് വേണം. ഇനി ഈ നിങ്ങളുടെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു കണ്ടിന്യൂഡ് എക്സ്പീരിയൻസ് ഇൻ എ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വളരെ നല്ലത്. ദാറ്റ് ഈസ് ഓൾസോ അപ്രീഷിയേറ്റഡ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും കിട്ടും. ഇതാണ് യുണീക്ക് ക്ലിനിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ കേൾക്കുന്നതിനകത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നഴ്സുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എന്ത് ചെയ്യാൻ പറ്റും, യുണീക്ക് ക്ലിനിക്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇതൊരു റിസർച്ച് പ്രോഗ്രാമുകളും അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ വേണ്ടിയൊക്കെയുള്ള ആൾക്കാർക്കാണ് ജോലി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് ചോദിച്ചാൽ നമുക്കുള്ളതാണ് ആൾട്ടർ ഹോംസ്. ആൾട്ടർ ഹോംസ് എന്ന് പറയുമ്പം അതിനെ ഞാൻ കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടി കെയർ ഹോസ്പിറ്റൽസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കെയർ ഹോസ്പിറ്റൽസ്, ഒരിക്കലും കെയർ ഹോംസ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടേക്കുന്നത് കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്നത് കെയറേഴ്സ് ആണ്. പിടിയിട്ടില്ല, കെയർ ഹോമിൽ ജോലി ചെയ്യുന്നത് കെയറേഴ്സ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. എന്നാൽ ഒരിക്കലും കെയറേഴ്സ് അല്ല കെയർ ഹോം ജോലി ചെയ്യുന്നത്. അവിടെ കെയറർമാരുണ്ട്. അത് ഒരു BSc നേഴ്സോ GNM നേഴ്സോ ഒന്നും ആകുമെന്ന് നിർബന്ധമില്ല. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കെയറർ ആകാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. കെയറേഴ്സ് അല്ല നോർമലി. കെയറേഴ്സ് ഉണ്ട് കെയർ ഹോമുകളിൽ അല്ലെങ്കിൽ ഔട്ടർ ഹോംസുകളിൽ. പക്ഷെ നോർമലി അവിടെ ഉള്ളത് ആരാണ്? അവിടെ ഉള്ളത് നേഴ്സസ് ആണ്. ഓക്കെ. എന്താണ് ഒരു ഓൾട്ടർ ഹോം? നെറ്റ്വർക്ക് എറർ വന്നതാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ കെയർ ഹോമിന്റെ കാര്യമാണ്. ഈ കെയർ ഹോമിൽ ഒന്നില്ല എന്തില്ല, ഡോക്ടേഴ്സ്. ഇപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ ഒരു ഡോക്ടർ അവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം, ദർ ഇസ് നോ ഡോക്ടർ അറ്റ് ഓൾ. ഒന്നാമത്തെ കാര്യം. 2, ഇവരെന്താണ്, ഇവർ ഓൺ കോൾ. ഒരു നമ്മുടെ അവിടെ ഉള്ള ഒരു പേഷ്യന്റിന് ഒരു എന്തെങ്കിലും റിസ്ക് എലമെന്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ സമയത്ത് ഓൺ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഓൺ കോളിൽ ഒരു ഡോക്ടർ വരികയുള്ളൂ. സോ കുറച്ചും കൂടെ ഫ്രീഡം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. മൂന്നാമത്തെ, ഈ ഒരിക്കലും കെയർ ഹോമിലുള്ള എല്ലാ ആൾക്കാരും പാരലൈസ്ഡോ സിക്കോ ഒന്നുമല്ല. ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ സിസ്റ്റം അനുസരിച്ച് അവർക്ക് പ്രായമായാൽ അവരൊരു കെയർ ഹോമിൽ പോയി അഡ്മിറ്റ് ആവുക അല്ലെങ്കിൽ കെയർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം, വിച്ച് ഈസ് സംതിങ് ലൈക്ക് എ 5-star ഹോട്ടൽ സെറ്റപ്പ് ആണ്. വണ്ടർഫുൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ കെയർ ഹോമിൽ ഓരോ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്കൊന്ന് നമ്മുടെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ പിള്ളേർക്ക് അത് കിട്ടുന്നതായിരിക്കും. സോ ടു നോ വാട്ട് ഈസ് 5-star സെറ്റപ്പ് ആണ്. നല്ല ഗ്രീനറിയും പുൽമേടും ഹലോ ഓഡിയബിൾ ആണെന്നൊന്ന് പറയണേ. നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വൈഫൈ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഡിയബിൾ. ഓക്കെ, താങ്ക് യു. മെസ്സേജസ് വന്നിട്ട് ഓഡിയബിൾ ആണ്. നിങ്ങൾ കേൾക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു 5-star സെറ്റപ്പിൽ നല്ലൊരു പുൽത്തകിടിയുടെ ഒക്കെ ലോണിന്റെ ഒക്കെ നടുക്ക്
ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കാര്യം. ഇനി ഇവിടുത്തെ ഡ്യൂട്ടി എന്താണ്? ഇവർക്ക് BP ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, ഇവർക്കുള്ള ഡെയിലി മെഡിറ്റേഷൻ കാര്യങ്ങൾ കൊടുക്കുക, ടാബ്ലറ്റ്സ് എടുത്ത് കൊടുക്കുക. ഇവർക്ക് ചില സ്ഥലങ്ങളിൽ കോക്ടെയിൽ ബാർ ഉണ്ട്, വലിയ ബാറായിട്ട് ചിന്തിക്കേണ്ട, അവിടെ ഇവരെ കൊണ്ടിരുത്തുക. അതായത് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരുന്ന് മദ്യപിക്കുന്നവരുന്ന് കഴിച്ചോളും. ഇനി അങ്ങനെ അല്ലെങ്കിൽ അവരെ പുൽത്തകടി കൂടെ നമ്മൾ ഒരു വാക്കിങ്ങിന് കൊണ്ടുപോവുക, സ്ട്രക്ചർ ഒന്നി കൊണ്ടുപോകുക. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഒരു കെയർ ഹോമിലുള്ള അല്ലെങ്കിൽ കെയർ ഹോസ്പിറ്റൽ നഴ്സിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ വിച്ച് മീൻസ് വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്, വലിയ റിസ്ക് ഉള്ള ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ വേറെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ലാംഗ്വേജ്, ഇവർ വളരെ പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് വളരെ പതുക്കെ സംസാരിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നത് കൊണ്ട് വിത്തിൻ 2 years നിങ്ങളുടെ ലാംഗ്വേജ് നല്ലപോലെ ഡെവലപ്പ് ആകും. അതിനുള്ളൊരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജും ഈ കെയർ ഹോം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതും ഒരു ബെനിഫിറ്റ് ആണ്. ഇനി മൂന്നാമത്തെ, നിങ്ങൾക്ക് വലിയ സ്ട്രെസ്ഡ് സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട്, പിന്നെ ഇവിടെ പാർട്ടികൾ, ഇവരെ എൻഗേജ് ചെയ്യാനുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഹോം കെയറുകളിൽ നടക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മൈൻഡ് നല്ല ഫ്രഷ് ആയിരിക്കും. യു ആർ നെവർ ഇൻ എ സ്ട്രെസ്ഡ് സിറ്റുവേഷൻ. നോർമലി ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കെയർ ഹോമിലേക്ക് പോയേക്കുന്നത്, ഈ ആൾട്ടർ ഹോംസിലേക്ക് പോയേക്കുന്ന സത്യത്തിലെ ഫ്രഷേഴ്സ് ഒന്നും അല്ല. നോർമലി ആരാണ്? ഈ ദുബായിൽ, ഖത്തർ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത ആൾക്കാർ. ദേ ഹാവ് ഇനഫ് മണി. ഒരു ഫാമിലി റീയൂണിയൻ ആവശ്യമുള്ളത് കൊണ്ട് ഇവരെങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇവർ നോക്കുമ്പോൾ ഇത്രയും നാളും ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തു, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, സോ ഇറ്റ് ഈസ് സോ ഹാപ്പി, ഇവിടെ വന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ ഓട്ടർ ഹോംസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷേഴ്സിന് ഇനി എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? നിങ്ങളൊരു GNMO, പോസ്റ്റ് BSc ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടർ ഹോംസുകളിൽ ജോലി കിട്ടും. ഒന്ന്, ലാംഗ്വേജ് പ്രൊഫഷൻസി, B2 ലാംഗ്വേജ് പ്രൊഫഷൻസി ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത്, നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർ ഹോംസുകളിൽ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ യുണീക് ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ 8+ years ഓഫ് എക്സ്പീരിയൻസും, നമ്മളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ 3 years ഓഫ് എക്സ്പീരിയൻസും കമ്പൽസറി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടർ ഹോംസുകളിലാണ്. പക്ഷേ ഓട്ടർ ഹോമിൽ ജോലി ചെയ്യുന്നത് ഒരാളുടെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ജർമ്മനിയിലുള്ള ഹോസ്പിറ്റലിലെ കാര്യം, അതുപോലെ യുണീക് ക്ലിനിക്കായാലും കാണുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പൊ അതാണ് രണ്ടാമത്തെ നമ്മുടെ പറഞ്ഞ ഓട്ടർ ഹോംസ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനൊക്കെ നമുക്ക് ജോലി ചെയ്യാം. നമുക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസിന് ആവശ്യമില്ല, 40 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആൾട്ടർ ഹോംസിൽ ചെയ്യേണ്ട ആൾക്കാരുടെ എന്ന് പറഞ്ഞ ഏകദേശം 12,000-ലധികം ആൾട്ടർ ഹോംസുകൾ ജർമ്മനിയിലുണ്ട്. ഇറ്റ്സ് ഹ്യൂജ് ഇൻ നമ്പർ. സോ നിങ്ങൾക്ക് ഏത് ലൊക്കേഷന് വേണമെങ്കിലും ഓട്ടർ ഹോംസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാൻ പറ്റും. യുണീക് ക്ലിനിക്കിൽ നിന്നും ഓട്ടർ ഹോംസിന്റെ സാലറി വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 300 യൂറോ മാത്രമേ ഉള്ളൂ. 3200 യൂറോ നമുക്ക് ഓട്ടർ ഹോംസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. ഓവർ ടൈമിന് വേറെ സാലറിയും കാര്യങ്ങളും കിട്ടും. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഓട്ടർ ഹോംസിൽ ജോലി ചെയ്യണോ വേണ്ടയോ. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് പറയുന്നത് ആസ് യൂഷ്വൽ ദാറ്റ്സ് എ ബിസി ഷെഡ്യൂൾ ഉള്ള നമ്മുടെ നഗരങ്ങളിൽ യൂറോപ്പിലെ പോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഹോസ്പിറ്റലിൽ ഉള്ളത്. അവിടെ നമുക്ക് ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് അപ്ഡേറ്റിംഗ് ഒക്കെ അതൊക്കെ അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അത്ര എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഒരു അഡ്വാൻറ്റേജസ് ഉള്ളത്, ഒരിക്കലും ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ യുണീക് ക്ലിനിക്കുകളിൽ ഒരു നേഴ്സ് ഡോക്ടറിനേക്കാളും ഇൻഫീരിയർ അല്ല. ഒരു പേഷ്യന്റിന്, ഇപ്പൊ ഞാൻ ഒരു ഓൺകോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു നേഴ്സ് ആണെങ്കിൽ, അല്ല ICUയിൽ ഒരു നേഴ്സ് ആണെങ്കിൽ, ഞാൻ നോക്കുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ്സ് എനിക്കുള്ളത് ഡോക്ടറിനല്ല. ഞാൻ പറയുന്നത് ഡോക്ടർ ചെയ്യും, അല്ലാതെ ഡോക്ടർ പറയുന്നത് ഞാൻ ചെയ്യുമല്ല. ദെൻ ഈക്വൽ റെസ്പെക്ട് ആണ് അവിടെ ഉള്ളത്. ഒരിക്കലും ഒരു ഡോക്ടർ സുപ്പീരിയറും നേഴ്സ് ഇൻഫീരിയർ എന്ന സിറ്റുവേഷൻസ് ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്താലും, നിങ്ങൾ യൂണീക് ക്ലിനിക്കിൽ ജോലി ചെയ്താലും, ഓട്ടർ ഹോംസിൽ ജോലി ചെയ്താലും നമ്മൾ ഇവിടുത്തെ സിസ്റ്റം ആണ് ചിന്തിക്കരുത്. സോ ഡോക്ടേഴ്സിന്റെ അതേ റൈറ്റുകൾ ഒരു നേഴ്സിനുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ നോ പറയാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളോട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുമ്പോൾ ഇഫ് യു ആർ നോട്ട് കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം നോബഡി വിൽ നിങ്ങളെ എന്താണ് നിർബന്ധിക്കത്തില്ല. രണ്ട്, ഓൺ കോൾ ഡ്യൂട്ടികളില്ല. നിങ്ങൾക്ക് 3 സ്ഥലങ്ങളും നിങ്ങൾക്ക് 40 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ 40 മണിക്കൂർ ജോലി ചെയ്യാതെ സൗകര്യമുള്ളപ്പോൾ നമുക്ക് ജോലി ചെയ്യാം. നിങ്ങൾക്ക് വീക്കെൻഡ് ജോലി ഉണ്ടെങ്കിൽ വീക്കെൻഡ് ജോലി ചെയ്യാം, സൺഡേ ജോലി ഉണ്ടെങ്കിൽ സൺഡേ ജോലി ചെയ്യാം. വീക്കെൻഡുകളും സാറ്റർഡേകളിലും ജോലി ചെയ്തതിന് സാലറി കൂടുതലുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഷിഫ്റ്റ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അതിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂട്ടി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിലും. ഞാൻ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലും ഉണ്ട്. ഏകദേശം 3000 യൂറോയാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത്. 3000 യൂറോയാണ്. ഫ്രഷേഴ്സിനും 3+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും 8+ years എക്സ്പീരിയൻസ് ഏതൊരാൾക്കും നമ്മുടെ അവിടെ ജോലി ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റും.
പിന്നെ ഈ ഹോസ്പിറ്റലിലാണെങ്കിലും വാട്ടർ ഹോംസിലാണെങ്കിലും യൂണീക് ക്ലിനിക്കിലാണെങ്കിലും ഈ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഓങ്കോളജിയിലായിരിക്കാം, അല്ലെങ്കിൽ ICU കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കെയർ റിലേറ്റഡ് കോഴ്സസ് ആയിരിക്കാം, ERD ഇങ്ങനെയുള്ള പല കോഴ്സുകളുണ്ട്. ഇതിൽ ഏത് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനും സർട്ടിഫിക്കറ്റ് നേടാനും നിങ്ങൾക്ക് കരിയറിനകത്തൊരു ഒരു ബ്രില്യൻ്റ് ആയിട്ട് ഒരു മൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് പറ്റും, നിങ്ങളെ അതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ കരിയർ ഉയർത്താനും നിങ്ങളുടെ ബാൻഡ് ഉയർത്തിക്കൊണ്ട് വരാനും സാലറി ഇൻക്രിമെന്റിനും ഒക്കെ, അല്ലെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. അപ്പൊ ഇതാണ് സത്യത്തിൽ ഈ 3 സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏത് സ്ഥലത്ത് ജോലി ചെയ്താൽ ആണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കിടക്കുന്നത് നമ്മളുടെ ജർമ്മനിയിൽ ഒരു നേഴ്സിന് കിട്ടുന്ന കോമൺ ബെനിഫിറ്റുകൾ എന്തൊക്കെയുള്ള സെക്ഷൻസിലേക്കാണ്. ഇതാണ് നിങ്ങൾ ഏറ്റവും കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വണ്ടർഫുൾ കൺട്രി വിത്ത് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞാൻ പല പ്രാവശ്യം ജർമ്മനി പോയിട്ട് ഒരാളെന്നുള്ളത് എനിക്ക് പറയാം. ഇനി എന്തുകൊണ്ടാണ് ഞങ്ങളിലൂടെ പോകുന്നത് ഞങ്ങൾ പറയും. വൈ യു ഷുഡ് ഗോ ത്രൂ IELTS. ഒന്നാമത്തെ കാര്യം, IELTS കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ലാംഗ്വേജ് ട്രെയിനിങ്ങിലുണ്ട്. ഒരു ട്രസ്റ്റഡ് സ്ഥാപനമാണ്. ആയിരക്കണക്കിന് നേഴ്സസിന് OET പഠിക്കാൻ, NCLEX പഠിക്കാൻ, IELTS പഠിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ ഹെൽപ്പോട് കൂടി അവരുടെ അധ്വാനം കൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്ലേസ്ഡ് ആയിട്ട്, ഇൻക്ലൂഡിങ് ജർമ്മനി പഠിച്ചിട്ടുണ്ട്. ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് ഏകദേശം 3-4 വർഷമായിട്ട് നമ്മൾ ലാംഗ്വേജ് എസ്പെഷ്യലി ഓൺലൈനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനിങ്സ് ഇൻ ഇന്ത്യ ആയിട്ട് തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം അത്രമാത്രം പ്രോപ്പർ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏത് സിലബസും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ IELTS വഴി പോകണമെന്ന് നമ്മൾ പറഞ്ഞു. 2, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ്, നിങ്ങളൊക്കെ ന്യൂസുകളിൽ കേൾക്കുന്നതാണ് വിസ തട്ടിപ്പും കാര്യങ്ങളും. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ BOE ലൈസൻസ് പറയും, അല്ലെങ്കിൽ RA ലൈസൻസ്, റിക്രൂട്ട്മെന്റ് ലൈസൻസ് പറയും. അതാണ് ഒഫീഷ്യലി ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന സാധനങ്ങളായിട്ട് കൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ IELTS റിക്രൂട്ട്മെന്റ് വിഭാഗമായി ടിൻസ് അബ്രോഡിന് ആ ലൈസൻസ് ഉണ്ട്. സോ ആ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് സബ് കൊടുത്തിട്ട് അവരുടെ സബ് ഒരാൾ കൊടുത്തിട്ട് നോ, നെവർ. വി ഹാവ് ഡയറക്റ്റ് ടൈ വിത്ത് ഹോസ്പിറ്റൽസ്, ഡയറക്റ്റ് പ്രസൻസ് ഇൻ ജർമ്മനി, ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും, ഈവൻ ഞങ്ങൾ പലപ്പോഴും ജർമ്മനി ഉള്ളത് കൊണ്ട് തന്നെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ. 2, നിങ്ങളുടെ പോസ്റ്റ് ആൻഡ് അസിസ്റ്റൻസ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക്. അത് അബ്സല്യൂട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഏത് വഴി പോകണമെന്ന് പറയുന്നത്, IELTS വഴി പോകണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് കോമൺ ബെനിഫിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ടാക്സ് സിസ്റ്റം, ചൈൽഡ് ബെനിഫിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ലാംഗ്വേജ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് നൽകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്യും. നമ്മുടെ സെക്ഷൻ അവസാനത്തിൽ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകും. ഓക്കെ, ഇനി ഒന്നാമത്തെ കാര്യം, ഹാപ്പിനെസ് ഫാക്ടർ. അതായത് ഈ നമ്മൾ ഹാപ്പിനെസ് ഫാക്ടർ, ഇന്ത്യ 118ാമത്തെ രാജ്യമാണ്. ജർമ്മനി അതിന് ഏറ്റവും മുകളിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഹാപ്പിനെസ് ഫാക്ടർ വളരെ, അതായത് ആ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരാൾ സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന രാജ്യമാണ്. ഞാൻ എപ്പോഴും യൂറോപ്യൻ നഴ്സുമാർ പോകുന്ന പറയുന്നതിന് കാര്യം നോട്ട് അബൌട്ട് സേവിങ്സിനെ കുറിച്ച് മാത്രമല്ല. ഒരു ജീവിതം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ജോലികൾ ചെയ്താലും പണം ഉണ്ടാക്കാം. ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, സമാധാനമുള്ള രാജ്യത്തിൽ ജീവിക്കുക, ഫ്രീ എഡ്യൂക്കേഷൻ ലഭിക്കുക, ഈക്വൽ റെസ്പെക്ട് ലഭിക്കുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക, ഹസ്ബൻഡിനും വൈഫിനും ഒരേ രീതിയിൽ പെരുമാറുക. യൂറോപ്പിലൊക്കെയാണ് 2 പേരും കറി വെക്കും, 2 പേരും പാത്രം കഴുകും, അവനവന്റെ പാത്രം അവനവൻ കഴുകും. ആ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. 1. 2, പ്രധാനമന്ത്രിയാണെങ്കിലും തൂപ്പുകാരനാണെങ്കിലും ഒരു സാറേന്ന് വിളിക്കേണ്ട പേര് വിളിച്ചാൽ മതി. ഈക്വൽ റെസ്പെക്ട്. നിങ്ങൾ ഇന്ന് ജോലിയുടെ പേരിലുള്ള ക്ലാസിഫിക്കേഷനോ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അടുത്ത് ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. 2, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. ട്രാം ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സിറ്റി ബസ്സും കാര്യങ്ങളുണ്ട്, വിച്ച് ഈസ് അമേസിങ്. ഏത് പാതിരാത്രിയിലും ഒരു സ്ത്രീക്ക് ഒരാൾക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളിന്ന് ഡ്രസ്സും കാര്യങ്ങളും മുടിക്ക് കളർ ചെയ്തിട്ടുണ്ടോ, കളർ ചെയ്തിട്ടുണ്ടോ, മുട്ട അടിച്ചേക്കുവാണോ, ഇതൊന്നും നോക്കാൻ അയൽക്കാരോ അമ്മാവന്മാരോ ഒന്നുമില്ല. സോ ഇറ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈക്വൽ റെസ്പെക്റ്റോടെ ആഗ്രഹിക്കുന്ന ജീവിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് യൂറോപ്പുകളിലുണ്ട്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിൽ പോകുന്നത്, സാലറി ഇല്ലെങ്കിൽ എന്താണെങ്കിലും അവർ തിരിച്ചു വരാത്തത്. അവര് ഇന്ത്യയുടെ ദേശത്തിന്റെ നൊസ്റ്റാൾജിയെ കുറിച്ചും കേരളത്തിന്റെ ഹരിത ഭംഗിയെ കുറിച്ചൊക്കെ പറയുമെങ്കിലും അവരാരും തിരിച്ചു വരത്തില്ല. ഞാനതുകൊണ്ട് തന്നെ ഒരു നേഴ്സായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾ അവരുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ, മറ്റുള്ള മുമ്പിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ, നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിൽ നമുക്കൊരു ഒരു 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 ഇമോഷണലി നിൽക്കണമെങ്കിൽ, ഒരു ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഞാൻ യൂറോപ്പിൽ എത്തിയെന്ന് പറയണമെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ യൂറോപ്പ് കാണിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ, അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, നിന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, നീ ഒരു ബുദ്ധിയില്ല, നീ രക്ഷപ്പെട്ടു പോയില്ല, നീ ഇപ്പോൾ ഇവിടെ കിടക്കുമല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണമെങ്കിൽ നിങ്ങൾ യൂറോപ്പ് രാജ്യത്ത് പോകണമെന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാര്യം അതാണ്. കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻസ് വരുന്നുണ്ട്, ഞാനത് ആൻസർ ചെയ്യാം കേട്ടോ.
സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വാശിയാണ്. ഞാൻ പഠിച്ചെടുത്തോളം ഒരു തീരുമാനം വേണം. നിങ്ങൾ പഠിക്കണം. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയേക്കുന്ന, ജർമ്മനിയിൽ പോയേക്കുന്ന എല്ലാ നഴ്സുമാരും നിങ്ങളെ പോലുള്ളവരാണ്. ഇവരാരും മാജിക്കോ അറിയാവുന്നവരോ ഹൈലി ടാലന്റഡോ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഓൾ നേഴ്സസ് ആർ സെയിം ആണ്. അവരുടെ എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്, ഐ നോ. സോ അവർക്കെല്ലാം ഓൾമോസ്റ്റ് സെയിം കാലിബറാണ്. ആൾക്കാർ നെഗറ്റീവ് പല കാര്യങ്ങളും പറയുമ്പോഴും ലാംഗ്വേജ് പഠിക്കാൻ, ഞാൻ ലാംഗ്വേജിലാണ് PhD ചെയ്തേക്കുന്നത്, റിസർച്ച് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ എവിടെ വല്ല അന്വേഷിക്കാൻ, ലാംഗ്വേജ് പഠിക്കാൻ എല്ലാ ആൾക്കാരുടെയും ബ്രെയിൻ ഡിസൈൻഡ് ആണ്. സോ എനി വൺ ക്യാൻ ലേൺ ലാംഗ്വേജ്. ഫിസിക്സ്, കെമിസ്ട്രി, മ്യൂസിക് ഒന്നും പോലെയല്ല. സോ ഒരു വാശിയായിട്ട് എടുക്കുക, ഒരു തീരുമാനം എടുക്കുക. ഇന്നത്തെ സൂമി കേട്ടപ്പോൾ ഐ ടേക്ക് എ ഡിസിഷൻ. ഞാൻ എപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ സെക്ഷൻ കൊണ്ട് പോകാം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കില്ല. ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ മക്കളോ, നോബഡി വിൽ ബി ദേർ. നിങ്ങൾക്ക് ഉയരണോ, നിങ്ങൾക്ക് സക്സസ് ആകണോ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഏൺ ചെയ്യണോ, നിങ്ങൾക്ക് മറ്റുള്ള മുമ്പിൽ നിൽക്കണോ, നിങ്ങൾ തീരുമാനം. ആരും നിങ്ങൾ ഉന്തി തള്ളിവിടാനും നിൽക്കില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം, ഒരാള് ഒരു കുടുംബത്തിൽ എടുക്കുന്ന തീരുമാനം ആ കുടുംബത്തിൽ എൻ്റെ സ്റ്റാറ്റസ് മാറ്റും, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റും, കൾച്ചറൽ സ്റ്റാറ്റസ് മാറ്റും, സർവ്വതും മാറ്റും. സോ ഇറ്റ്സ് യുവർ ടേൺ, യു കൻ ടേക്ക് ദ ഡിസിഷൻ. ഇനി 82% നഴ്സുമാരും ജർമ്മനിയിലെ സ്ത്രീകളാണ്. സോ കുറച്ചുകൂടി ഇക്വാലിറ്റി അവിടെ ഉണ്ട്. നോർമലി നമ്മളെ പോലല്ല, ഓൾ ജനറേഷനിൽ നിന്നുള്ള ആൾക്കാരുള്ളത്. സേഫ് നൈറ്റ് ട്രാവൽസ് ആണ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, സേഫ് നൈറ്റ് ട്രാവൽസ് ആണ്. ഇനി ഫാമിലി വിസയ്ക്കും PR-നും നോ കോംപ്ലിക്കേഷൻസ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾ കെയർ ഹോംസ് അല്ലെങ്കിൽ ഓട്ടർ ഹോംസ് ജോലി ചെയ്താലും, നിങ്ങൾ നമ്മുടെ യൂണിക് ക്ലിനിക്കിൽ ജോലി ചെയ്താലും, നിങ്ങൾ ഹോസ്പിറ്റൽസിലാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും നിങ്ങളുടെ മക്കൾക്കും ഡിപ്പെൻഡന്റ് വിസ കിട്ടും, അവർക്ക് PR കിട്ടും. അവര് നിങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടാണ് രാജ്യത്ത് വരുന്നത്. വിസയ്ക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഇല്ല. 2, ഡോക്ടേഴ്സ് പേഷ്യന്റ് അനുപാതം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ അനുപാതം ഒന്നിച്ച് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഈ റേഷ്യോ ഒന്നിച്ച് ഫോളോ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു സ്ട്രിക്റ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരു കാരണവശാലും ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അടുത്ത്, ഇനി നിങ്ങൾക്ക് ഒരു ജോലി പോയാൽ, അങ്ങനെ ഒരിക്കലും നഴ്സുമാരുടെ ജോലി പോകത്തില്ല, ബട്ട് ഏത് ജോലി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ഒഫീഷ്യലി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജോലി പോയാൽ, നിങ്ങളുടെ ജോലി പോകുന്ന അന്ന് മുതൽ നിങ്ങൾ എത്ര രൂപയാണോ സാലറി വാങ്ങുന്നത്, ആ സാലറിയുടെ 60% അടുത്ത 9 മാസത്തേക്ക് ഗവൺമെന്റ് തരും. ലോകത്ത് എവിടെയെങ്കിലും അത് തരുന്നുണ്ടോ? ഇന്ത്യയിൽ കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് സാലറി വാങ്ങുന്നതെങ്കിൽ 60,000 രൂപ ഒരു ജോലിക്ക് പോയില്ലെങ്കിലും ഗവൺമെന്റ് തരും, നിങ്ങൾ ജോലി പോയാൽ 9 മാസത്തേക്ക്. അതുപോലെ ഗവൺമെന്റ് തന്നെ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിച്ച് നിങ്ങളെ പ്ലേസ് ചെയ്യും. ഞങ്ങളുടെ ഹെൽപ്പും കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. ബിക്കോസ് നിങ്ങളിങ്ങനെ ഇരുന്നാൽ ഇത് കൊടുക്കേണ്ട ആരുടെ ഉത്തരവാദിത്വമാണ്? ഗവൺമെന്റ് ഉത്തരവാദിത്വം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ജോലി പോയാൽ കേട്ടോ. അത് അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, നിങ്ങൾക്കൊരു സ്പെഷ്യലി ഏബിൾഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ, മെന്റലി ചലഞ്ചഡ് ആയ, ഓട്ടിസം ബാധിച്ച അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വളരെയധികം കെയർ കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ജർമ്മനി എന്ന് പറയുന്നത്. അവർക്ക് സ്പെഷ്യൽ കെയറും കാര്യങ്ങളുണ്ട്. ഒരിക്കലും അവർക്ക് വിസ നിഷേധിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ബിക്കോസ് അവരും നമ്മളെപ്പോലെ ഈക്വലി ആണ്. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, നമുക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ഉണ്ടാകുന്ന അന്ന് മുതൽ അതിന് 18 വയസ്സാകുന്നത് വരെ 250 യൂറോ വെച്ച് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നൽകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 250 യൂറോ വെച്ച് ഓണാനാവുന്നത് 25,000 രൂപയാണ്. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപ വെച്ച് ഗവൺമെന്റ് തരും. നിങ്ങൾക്ക് അത് ചെലവാക്കാം. നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. എനിക്കറിയാം പലരെയും, അവർ പറഞ്ഞത് ഈ 50,000 രൂപ 2 പിള്ളേരുടേത് ഒന്നും ചെയ്യാതെ അതേപോലെ എടുത്ത് SIP പോലത്തെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ കൊച്ചൊരു 5 വയസ്സിലെ ഈ പരിപാടി നമ്മൾ തുടങ്ങുന്നെങ്കിൽ അതിനൊരു 18 വയസ്സാകുമ്പം, അല്ലെങ്കിൽ അതിലൊരു ഡിഗ്രിക്ക് പഠിപ്പിക്കേണ്ട സമയമാകുമ്പോൾ ഈ 18 വർഷത്തെ ലോങ് ടൈം ഇൻഷുറൻസ് അല്ലെങ്കിൽ SIP സ്കീമിൽ നിന്ന് കിട്ടുന്നത് കോടികളാണ്. ചുരുക്കി പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു എഡ്യൂക്കേഷന് വേണ്ടിയോ വിവാഹത്തിന് വേണ്ടിയോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ 1 രൂപ പോലും കണ്ടെത്തേണ്ട വരത്തില്ല. അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അധ്വാനിക്കുന്ന വളരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ, അത്രയും ഫെസിലിറ്റി ആവും. അതുപോലെ തന്നെ ഇങ്ങനെ +2 വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെ 250 യൂറോ വെച്ച് നൽകി ഈ പാസ് ഔട്ട് ആകുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഡിഗ്രി വിദ്യാഭ്യാസം തികച്ചും സൗജന്യമാണ്. ഇവർക്ക് തികച്ചും സൗജന്യമായിട്ട് എവിടെ പോകാൻ പറ്റും? ഇവർക്ക് ഡിഗ്രി എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഇവർക്ക് മാസം 250 യൂറോ വെച്ച് കിട്ടുന്നുണ്ട്, പ്ലസ് ഇവർക്ക് ഡിഗ്രിയുടെ വിദ്യാഭ്യാസവും ഫ്രീ ആണ്. ഈ കിട്ടുന്ന പൈസ എടുത്ത കല്യാണവും നടത്താം. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഒരു കാരണവശാലും സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയില്ല. ദ ഗവൺമെന്റ് വിൽ പ്രൊട്ടക്ട് യുവർ ചൈൽഡ്.
ബിക്കോസ് അത് ആ രാജ്യത്തിന്റെ കുഞ്ഞാണ്. അവരങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഈസ് അമേസിങ്. അടുത്ത ശേഷം നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസുകളുണ്ട്, കൾച്ചറൽ എക്സ്പീരിയൻസുകളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ട്രാവലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഷെങ്കൻ വിസയാണ് ജർമ്മനിക്ക് പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 29 രാജ്യങ്ങളിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ട്രാവൽ ചെയ്യാം. ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് നിങ്ങൾ ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ 3.5 മണിക്കൂർ ട്രാവൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ ചെല്ലാൻ പറ്റും. സോ ഒരു വെള്ളിയാഴ്ച പോയിട്ട് ഫാമിലി ആയിട്ട് ഒരു 15,000 രൂപ ഒക്കെ കൊടുത്താൽ 10,000 രൂപ കൊടുത്താൽ പോലും ഇന്ത്യൻ മണി പറയുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഫാമിലിക്ക് എവിടെ പോകാൻ പറ്റും? നിങ്ങൾക്ക് ജർമ്മനി പോകാൻ പറ്റും, സ്വിറ്റ്സർലൻഡ് പോകാൻ പറ്റും. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് 10,000 എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ പകുതിയേ ഉള്ളൂ ടെക്നിക്കലി ചിന്തിക്കുന്നു. അപ്പൊ അത്രയും പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ജർമ്മനിയിൽ ചെന്ന് അടിച്ചു പൊളിച്ച് സ്വിറ്റ്സർലൻഡ് തിരിച്ചു വരാൻ പറ്റും. പാരീസ് കാണാൻ പറ്റും, റോമിൽ പോകാൻ പറ്റും, ഇറ്റലി പോകാൻ പറ്റും, മാൾട്ട പോകാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ പോയി നോക്കും. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഞാൻ ഈ വെബിനാർ കഴിയുമ്പോൾ 29 ഷെങ്കൻ കൺട്രികൾ ഏതാന്ന് നോക്കുക. 29 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. യൂറോപ്പ് നിങ്ങൾക്ക് വളരെ അതിമനോഹരമായി കാണാൻ പറ്റും. നമ്മുടെ സന്തോഷ് കുളങ്ങര സാറൊക്കെ പറയുന്ന സഞ്ചാരത്തിൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതൊക്കെ ഒരു ലൈഫിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലേ? അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കും ഈ രാജ്യങ്ങൾ മൊത്തം കാണണമെന്ന്. അപ്പൊ അത്ര അടുത്ത് വളരെ നിയർ ബൈ ആണ് ഈ ഏരിയ അല്ല എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ കാര്യങ്ങൾ. ഇനി പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ലീവ് കിട്ടും, ഒന്നാമത്തെ കാര്യം. ഇനി പ്രഗ്നൻസിയിലുള്ള ആൾക്കാർക്ക് ഈ സിക്ക് ലീവിലേക്ക് കൗണ്ട് ചെയ്യാതെ ഇഷ്ടംപോലെ ലീവുകൾ കിട്ടും. അതാണ് ഒരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി സമയത്തുള്ള മെറ്റേണിറ്റി ലീവിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സാലറി വിൽ ബി ഗിവൺ, നിങ്ങൾക്ക് സാലറി കിട്ടും. ഇറ്റ്സ് അഡ്വാൻറ്റേജ്. ഇനി നിങ്ങൾക്കുണ്ടായ കുഞ്ഞിന് 3 വയസ്സാകുന്നത് വരെ ചൈൽഡ് കെയർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിനും വൈഫിനും ഏത് സമയത്തും ലീവ് കിട്ടും. ക്യാൻ യു ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ സിറ്റുവേഷൻസ് വെച്ച്? അതായത് എനിക്കൊന്ന് പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ചെയ്തു തരും. അതിനുശേഷം 3 വയസ്സ് വരെ എന്ത് ചെയ്യും, ഇവർക്ക് ഉള്ള ലീവ്, ഇപ്പം ഹസ്ബൻഡിനോ വൈഫിനോ ഒരു ചൈൽഡ് വീട്ടിലുള്ളത് കൊണ്ട് എന്ന് പറയും ചൈൽഡ് ബെനിഫിറ്റിന്റെ കെയർ ഓഫിൽ എനിക്ക് ലീവ് എടുക്കുമ്പോൾ ആ ലീവ് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് പറയുകയാണ് എന്റെ വൈഫിന് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് എനിക്ക് ലീവ് ഉള്ളത് പോലെ അവരുടെ സ്ഥാപനത്തിന് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ ആ ലീവ് കിട്ടും നിങ്ങൾക്ക്. എന്താണ് ഈ മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലീവ്. ഇനി പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വന്നാൽ അതിന്റെ എൻഡിയർ ചെലവും കാര്യങ്ങളും വഹിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോർത്ത് നോക്കിയേ, ഒരു ഇമാജിൻ ചെയ്യാൻ ലീവ് ഉണ്ട്, ഫ്രീ ആണ്. ഇത്രയും കാര്യങ്ങളോട് കൂടി ജനിക്കുന്ന കുഞ്ഞിനെ 18 വയസ്സ് വരെ ഗവൺമെന്റ് പഠിപ്പിച്ച് അവർക്ക് 250 യൂറോ വെച്ച് മാസം കൊണ്ട് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് ഡിഗ്രി പഠിപ്പിക്കും. സോ വണ്ടർഫുൾ. സോ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഏകദേശം നമുക്ക് 32% ആണ് നമുക്ക് ഈ ടാക്സ് സിസ്റ്റം വരുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്കൊരു ക്രോണിക് ഇൽനെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലത്തെ സിവിയർ അസുഖം ഉണ്ടെങ്കിൽ നോർമലി എല്ലാം ഇത് ഫ്രീ ആണ്. ഇനി ഏതെങ്കിലും പേ ചെയ്ത് കൊടുക്കേണ്ട അങ്ങനത്തെ അണ്ടർ ക്രോണിക് ഇൽനെസ് ആണെങ്കിൽ ഏകദേശം 70% വരെയുള്ള കാര്യങ്ങളും ഗവൺമെന്റ് ആണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലെ കാര്യങ്ങൾ അവരൊക്കെ വെച്ച് തരും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇനി ടാക്സ് സിസ്റ്റം ഒരു 32% നമുക്ക് ടാക്സ് സിസ്റ്റം വരുന്നത്. അപ്പൊ പലരും ഈ വിദേശ രാജ്യത്തോട്ട് പോകാൻ മടിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളൊരു സംശയമുള്ള സെക്ഷനാണ് ടാക്സ് എത്രയാകും, എത്ര നമുക്ക് ടാക്സിന് ശേഷം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അതൊരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ പക്ഷെ സാലറിയിൽ നിന്ന് ഡയറക്ട്ലി ടാക്സ് പേ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ലാത്തതാണ്. നമ്മൾ വൈദ്യുതകരമാണെങ്കിലും ഇതെല്ലാം നമ്മൾ വിത്ത് പേയ്മെന്റ് ആണ്, അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ദി സ്റ്റാൻഡേർഡ്. ഇപ്പൊ GST 18%, ഞങ്ങളുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ 18% GST തരുന്നുണ്ട്. ബിക്കോസ് അത് ഗവൺമെന്റ് കൊണ്ടുവന്ന പൈസയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 20, 30, 35, 40% നമുക്ക് ടാക്സ് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ പലരും ചിന്തിക്കുന്നത് നമുക്ക് ടാക്സ് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ശമ്പളം, ഒരു നേഴ്സിന് കിട്ടുന്ന ശമ്പളം 40,000. ഇതിന്റെ 10 ഇരട്ടി എവിടെ തരും? ജർമ്മനി തരും. 4 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം തരും. അതിനുശേഷം എന്ത് ചെയ്യും? അതിന്റെ 32% ടാക്സ് കെട്ടി. എങ്കിൽ പോലും 70% നിങ്ങൾക്ക് സാലറി കൂടുതലാണ്. രണ്ടാമത്തേത്, ഈ കൊണ്ടുപോകുന്ന ടാക്സിൽ ഒരിക്കലും ഇത് മൊത്തം ഗവൺമെന്റ് എടുക്കുകയല്ല. നിങ്ങളൊരു വണ്ടി വാങ്ങുമ്പോൾ, നിങ്ങളൊരു വീട് വാങ്ങുമ്പോൾ, നിങ്ങളുടെ പെൻഷൻ ബെനിഫിറ്റ് പല ബെനിഫിറ്റ് ആയിട്ട് 22% നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ട് ഗവൺമെന്റ്. സോ വിച്ച് മീൻസ്
ഇൻ ജനറലി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10% ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ഇനി ടാക്സ് സിസ്റ്റത്തിൽ വേരിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്താൽ ഒരു ടാക്സ് സിസ്റ്റം, നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ ആനുവലി കിട്ടുന്ന പേ അനുസരിച്ച്, ഇതിനൊക്കെ അനുസരിച്ച് ടാക്സ് സിസ്റ്റത്തിനകത്ത് വ്യത്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടാക്സിനെ കുറിച്ച് ഒത്ത് ബോധേടാണ്ട കാര്യത്തെ വിച്ച് ഈസ് ഒരു മണ്ടൻ ആശയമാണ്. അതിലും കൂടുതൽ ടാക്സ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. ഹ്യൂജ് സാലറി തരുന്നു, അതിനകത്തൊരു ടാക്സ് ഡിഡക്ട് ചെയ്യുന്നു, അതിനുശേഷം അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുന്നു. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഈ ടാക്സ് ഉപയോഗിച്ച് അവർ ഡെവലപ്പ്. ഇനി എന്തൊക്കെ ടാക്സ് കൊടുത്താലും, ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇടുന്ന സാലറി, ഒരാൾക്ക് ഇടുന്ന സാലറി 3 ലക്ഷമാണ് നോക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു ജോലിയിൽ അദ്ദേഹം ഒരു ലോക്കൽ ജോലി ചെയ്താൽ 2.5 ലക്ഷം സാലറി കിട്ടും. 40 മണിക്കൂർ മാത്രം ജോലി, വിച്ച് മീൻസ് 5.5 ലക്ഷം രൂപ സാലറി കിട്ടി. അങ്ങനെയാണെങ്കിൽ പോലും യു ഗോട്ട് 5.5 lakhs പെർ മന്ത് പേ കിട്ടി. ഓവർ ടൈം ചെയ്താൽ സുഖമായിട്ട് 1.5 ലക്ഷം രൂപ സാലറി വേറെ വേണം. അപ്പൊ തന്നെ 7 ലക്ഷം രൂപ സാലറി കിട്ടി, നിങ്ങൾ കിട്ടി. ഇതിനകത്ത് ടാക്സ് നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തു, എന്നാൽ 1.5 ലക്ഷം രൂപ കൊടുത്തു, എന്നാൽ 5 ലക്ഷം രൂപ മിച്ചമില്ലേ? നിങ്ങളൊരു 1.5 ലക്ഷം രൂപ വീട്ടിൽ താമസിച്ചു, നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഫുഡ് അടിച്ചു, എന്നാലും നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ മാസം സേവിങ്സ്. ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങൾ ഫാമിലി ആയിട്ട് യൂറോപ്പിൽ അടിച്ച് പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഗൾഫിലോ എവിടെയെങ്കിലും അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുമോ? നോ. എക്സ്പെൻസും കാര്യങ്ങളും കഴിഞ്ഞ് പിള്ളേർ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞാൽ മക്കൾക്ക് ഫാമിലിയോടും കൂട്ടി വെച്ചാൽ ഞാനത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് UK താമസിക്കുന്നത്. ആൻഡ് ഫ്രീക്വന്റ് ഐ ട്രാവൽ ടു ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ഓൾ ഓവർ യൂറോപ്യൻ കൺട്രീസ്. സോ ഞാൻ അവരോട് മിങ്കിൾ ചെയ്യുന്നതും ഇംഗ്ലീഷിലോട് സംസാരിക്കുന്ന പുറത്ത് പറഞ്ഞാണ്. നത്തിങ് ടു വറി വിത്ത് ദ ടാക്സ് സിസ്റ്റം. ഞാൻ ഈ പറഞ്ഞ കണക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടാക്സ് സിസ്റ്റം ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇനി നമ്മൾ ഇതിന് പോകാനുള്ള ബേസിക് എലിജിബിലിറ്റിയും കാര്യങ്ങൾ എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള വേറെ കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് ട്രെയിനിങ് എങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ബേസിക് എലിജിബിലിറ്റിയിലേക്ക് വന്നിട്ട് ക്വസ്റ്റൻ ആൻസർ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് ഞങ്ങൾ തരുന്ന സർവീസുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ പ്രോഗ്രാം തികച്ചും സൗജന്യമാണ്. നിങ്ങളുടെ ലാംഗ്വേജ് ട്രെയിനിങ് മുതൽ റിക്രൂട്ട് ചെയ്ത് ഇന്റർവ്യൂ തന്ന് നിങ്ങളെ ജർമ്മനിയിൽ എടുക്കുന്നത് വരെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, സൗജന്യമാണ്. ഓക്കെ. പക്ഷെ ലാംഗ്വേജ് ക്ലാസ് A1 to B2 നിങ്ങൾക്ക് ഞങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് നൽകുന്നത്. അത് 3 സ്ലോട്ടുണ്ട്. വണ്ടർഫുൾ ട്രെയിനേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. നോ വൺ ക്യാൻ ചാലഞ്ച് ഇറ്റ്. അത് നമുക്ക് പണ്ട് തൊട്ട് ആ ഒരു ബാക്കപ്പ് നമുക്കുണ്ട്. അപ്പോൾ വണ്ടർഫുൾ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. രാവിലെ 10 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്, വൈകിട്ട് 10 മണിക്ക്. ഈ 3 സ്ലോട്ടിലും നിങ്ങൾക്ക് എന്തുണ്ട്? ജർമ്മന്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കിട്ടും. സൂമിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇതിലേതെങ്കിലും ഒരു ഇത് 3 ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുക്കുന്ന ഒരു ട്രെയിനറായിരിക്കും. സോ ട്രെയിനേഴ്സിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ഈ 3-ൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും കയറിയാൽ മതി. എന്നുവെച്ചാൽ ഇന്നിപ്പോ തിങ്കളാഴ്ച ഞാൻ രാവിലെ കയറിയെങ്കിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കയറാം, ശനിയാഴ്ച നൈറ്റ് കയറാം, ബുധനാഴ്ച വീണ്ടും പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്ന ക്ലാസ്സിൽ കയറണം എന്ന് നിർബന്ധമില്ല. ഏത് ക്ലാസ്സിലും കയറാം. ഈ 3 ക്ലാസ്സും സെയിം ആണ്. അതിമനോഹരമായിട്ട് നിങ്ങൾ ട്രെയിനേഴ്സ് പഠിപ്പിക്കും. 2, ഇനി ഒരു കേസിൽ ഒന്ന് മൂഡ് ഓഫ് ആയി പോയി, ഒന്ന് ഡിപ്രഷനായി പോയി, ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വയ്യാതെയായി, ഒന്ന് ഹാപ്പി അല്ലായിരുന്നു, പഠിക്കാനുള്ള മൂഡില്ലായിരുന്നു, പഠിക്കേണ്ടെന്ന് നിങ്ങൾ അതിനകത്ത് കയറി ഇരിക്കേണ്ടത്. നിങ്ങൾ അന്നൊരു പടമൊക്കെ കണ്ട്, അല്ലെ ഒരു പാട്ടൊക്കെ കേട്ട്, അല്ലെ കുറച്ച് പ്രേ ചെയ്ത് നിങ്ങൾ റിലാക്സ് ആകും. നാളെ വന്നാൽ മതി, നോ വറീസ്. പക്ഷെ തലേ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കും. സോ അത് കേട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഡൗട്ട്സ് എഴുതി വെക്കാം, പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ആ കാര്യങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കാരണം അത് ഞങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യം, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, ഫാമിലി ഇഷ്യൂസ്, നിങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂളിന്റെ കാരണങ്ങൾ, ഹോപ്പ്, വീട്ടിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ, ഒരു ചിന്ന ക്ലാസ്സുകൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് കാമായിട്ട് ക്വയറ്റായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ക്ലാസ് പഠിച്ചാൽ മതി, നോ വറീസ്. അതിന്റെ ഇടയ്ക്ക് ബാച്ച് മാറാനുള്ള സൗകര്യങ്ങളും പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിങ് പോകുന്നത്. സോ എനിവൺ ക്യാൻ ലേൺ. ഞാൻ ക്ലാസ്സുകളിൽ മലയാളി ട്രെയിനേഴ്സ് ഉണ്ട്, ജർമ്മൻകാർ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സും സെക്ഷൻസും കാര്യങ്ങളും എടുക്കും. റിക്രൂട്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു മെന്ററെ വേണം, ഞങ്ങൾ മെന്ററെ തരും. നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റോ ആയിട്ടോ അങ്ങനത്തെ ഒരാളോട് സംസാരിക്കാം. കൗൺസിലിംഗ് വേണോ, കൗൺസിലിംഗ് തരാം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരും. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ പഠിക്കുമ്പോൾ അവരുടെ മൈൻഡും ഒക്കെ ഫ്രഷ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഏത് സർവീസുകൾക്കും നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, നമ്മുടെ ആൾക്കാർ തരും. ഇനി നിങ്ങൾക്ക് ജർമ്മൻ ഒരാളോട്ട് സംസാരിച്ച് മോട്ടിവേറ്റഡ് ആകും, അങ്ങനെ സോ ഒരിക്കലും ഇതൊരു പഠനം മാത്രമല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. എന്താണ് ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന പോലത്തെ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നത്. സോ നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങൾ പഠിക്കും, പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മതി, പാസ്സാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, നോ വറീസ്.
ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് A2 കഴിഞ്ഞ് B1 കയറുന്നതേ അത്യാവശ്യം ലാംഗ്വേജ് ആവുന്നതേ ഞങ്ങൾ ഇന്റർവ്യൂ തരും. ഒരിക്കലും B2 പാസ്സായി കഴിഞ്ഞല്ല ഇന്റർവ്യൂ കിട്ടുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ B1 കയറി ഇന്റർവ്യൂവിന്റെ ട്രെയിനിങ് ഞങ്ങൾ തരും. അതും ഫ്രീ ആണ്. നോ എമൗണ്ട് ഫോർ എന്താണ് ഇന്റർവ്യൂ ട്രെയിനിങ് ഞങ്ങൾ തരും. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരും. നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡോക്യുമെന്റേഷൻ തികച്ചും സൗജന്യം. ഇനി തോറ്റാലോ വീണ്ടും ഒരു 10-15 ദിവസം ഇന്റർവ്യൂ ട്രെയിനിങ് വീണ്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നെയും തോറ്റാലോ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ജയിക്കുന്നത് വരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നോ വറീസ്. അപ്പൊ B1 കഴിയുന്നതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ B1 ഒരു പകുതിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നു. ഇന്റർവ്യൂ പാസ്സുകൾക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും തരുന്നു. അവരത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് ഡോക്യുമെന്റേഷൻ, നിങ്ങളുടെ അറ്റസ്റ്റേഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം. 2 to 3 months എടുക്കും. ഈ കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ ചെയ്തു തരും. ഇതും തികച്ചും സൗജന്യമാണ്. നിങ്ങൾ ഒരു പൈസ പോലും മുടക്കണ്ട. ഇനി അങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി, നിങ്ങൾ B2 എക്സാം എഴുതി, നിങ്ങൾ B2 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. വിസയ്ക്കുള്ള ഒരു പേയ്മെന്റ് നിങ്ങൾ കൊടുക്കണം. ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് സഹിതം നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ ജർമ്മനി ചെന്നിറങ്ങാൻ വേണ്ടി അതിന് നിങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ യു നീഡ് ടു മേക്ക് ദ പേയ്മെന്റ്. നിങ്ങൾ ആകെപ്പാടെ പൈസ മുടക്കേണ്ടത് എന്തിനാണ്? വിസയ്ക്ക് വേണ്ടി ഒരു 10-20,000 രൂപയും എക്സാം എഴുതാൻ ഒരു 10-20,000, ഇത് മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾ B2 കഴിഞ്ഞ് തോറ്റു പോയാലും നിങ്ങൾ ഞങ്ങളുടെ വേറെ ബാച്ചിലൊക്കെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു നിങ്ങൾക്ക് ഞങ്ങൾ അതിനുള്ള ഫെസിലിറ്റി തരാം കേട്ടോ. നോ വറീസ്. പിടി കിട്ടിയോ? അയ്യോ എന്റെ ക്ലാസ് തീർന്നല്ലോ, ഒരു പേപ്പർ തോറ്റു, നോ വറീസ്. ഞങ്ങൾ കൂട്ടത്തിലുണ്ട്. വി വിൽ ഹെൽപ്പ് യു. നത്തിങ് ടു വറി. അതിനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ തരുന്നുണ്ട്. ഇനി അടുത്തത് കൂടാതെ എന്താണ് നിങ്ങൾക്ക് മുടക്ക് വരുന്നത്? നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 38,000 സംതിങ് ആണ് നിങ്ങൾ ഒരു ഫണ്ട് അടയ്ക്കണം. വിച്ച് ഈസ് റീഫണ്ട് ആണ്. നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് തരും. എന്തിനാ അത് മേടിച്ചു നോക്കുന്നേ? ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒരാൾ ജോയിൻ ചെയ്ത് ഉഴപ്പി ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കും. ഞങ്ങൾ ആദ്യം ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്നേരം എന്താ, ക്ലാസ്സിന് വരത്തില്ല, പഠിക്കത്തില്ല, റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല, കോൾ വിളിച്ച് എടുക്കത്തില്ല, മെന്ററായിട്ട് പോകത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഓർത്തു ഒരു 38,000 രൂപ, 38,500 സംതിങ് ആണ് ഇപ്പോഴത്തെ ഫീസ് എന്ന് പറഞ്ഞ് ഈ 38,500 ഒന്ന് ചെലവാക്കി ഒരു ക്ലാസ്സിന് കയറിയിരിക്കുന്ന ആള് പഠിക്കണമെന്ന് ആത്മാർത്ഥമുള്ള ആളായിരിക്കും. അത് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരും. നിങ്ങൾ പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരും. അതിനുവേണ്ടി ഞങ്ങൾ ആ ഫണ്ട് വാങ്ങും. അതും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇത് കൂടാതെ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്, നിങ്ങൾ ജർമ്മൻ പഠിച്ചതിന്, നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണെങ്കിലും ആസ് എൻ അപ്രീസിയേഷൻ, ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ 50,000 രൂപ എക്സ്ട്രാ അങ്ങോട്ട് തരും. ഈ 50,000 അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാം ഫീസും, നിങ്ങൾ എക്സാമിൽ എവിടെ നിന്നെങ്കിലൊക്കെ അറേഞ്ച് ചെയ്താണ് എഴുതിയെങ്കിൽ എക്സാമിന്റെ പൈസയും, നിങ്ങളുടെ വിസയുടെ ചാർജസ് പോകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കയ്യും വീശി ഒരു ചെറിയ ഫീസ് ലാംഗ്വേജിന് അടച്ച് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ വിത്തിൻ 1 year വിത്തൗട്ട് സിംഗിൾ ബക്സ് യു വിൽ ലാൻഡ് ഇൻ ജർമ്മനി. ഒരാൾക്കാർക്ക് ഇങ്ങനത്തെ ഓഫർ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ലാംഗ്വേജും കൊടുക്കുന്നുണ്ട്, റിക്രൂട്ട്മെന്റും കൊടുക്കുന്നുണ്ട്. രണ്ടും നമ്മളാണ്. ഇങ്ങനെ ജർമ്മനി ചെന്നിറങ്ങുന്ന നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയി നിങ്ങളുടെ അക്കോമഡേഷനിൽ താമസിപ്പിച്ച് അക്കൗണ്ട് നമ്പർ എടുത്തു തന്ന് സിറ്റി കൗൺസിൽ രജിസ്ട്രേഷൻ എടുത്തു തന്ന് സിം എടുത്തു തന്ന് സർവ്വ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതിനും നിങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽസ്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒരു ക്ലിനിക്കൽ എക്സാം ഉണ്ട്, ഷെങ്കൻ പ്രൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓസ്കിയും എംഗ്ലസ് ഒക്കെ എഴുതുന്ന പോലെ അതെല്ലാവരും പാസ്സാകും. അതിന്റെ ട്രെയിനിങ് നമ്മൾ സൗജന്യമായിട്ട് തരും. അപ്പൊ അങ്ങനെ നിങ്ങളെ കൊണ്ട് പാസ്സാക്കുന്ന സ്ഥലത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹോസ്പിറ്റൽസ് ഒരു 60% വരെയുള്ള അക്കോമഡേഷനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഞങ്ങൾ തരും. ഇത് എല്ലാവരും ഞങ്ങൾ തരുന്നതിന്റെ കേസ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിനകത്തുനിന്ന് ഗവൺമെന്റിനോട് കൈ പിടിച്ചൊക്കെ നമ്മൾ വാങ്ങുന്നതാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടി എടുക്കാവുന്ന ഫണ്ടാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയെങ്കിലും ലെറ്റ് ദം ഗോ. ഇത്ര അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഞങ്ങൾ തരും. ലോകത്ത് എവിടെ കിട്ടും ഇത്ര അഡ്വാൻറ്റേജ്? ഇത് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇനി നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വിസ പ്രോസസ്സിനുള്ള വിസയ്ക്കുള്ള പേയ്മെന്റ് നിങ്ങൾ മുടക്കണം. ബാക്കി പ്രോസസ്സും ഡിപ്പെൻഡന്റിനുള്ള പ്രോസസ്സും നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു തരും. സോ ക്യാൻ യു ഇമാജിൻ? ലാംഗ്വേജ് ഫ്രീ, റിക്രൂട്ട്മെന്റ് ഫ്രീ, ക്ലാസ് ഫ്രീ, ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം, റെക്കോർഡഡ് ലെസൺസ്, ഇനി തോറ്റാൽ അടുത്തൊരു ബാച്ച് കയറാനുള്ള പ്രിവിലേജ്, എവറിത്തിങ് ഈസ് ദെയർ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പഠിക്കുക. ടേക്ക് എ ഡിസിഷൻ. ഞാൻ പഠിക്കാൻ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക, പഠിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു വെബിനാറിൽ കയറി പഠിച്ചേക്കാന്ന് തീരുമാനിച്ചേക്കുന്ന ആൾക്കാരാണ് ഇന്ന് ലൈഫിൽ സക്സസ് ആയവരും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന എല്ലാ ബ്ലോഗേഴ്സും എല്ലാ ആൾക്കാരും. ഇതൊന്നും ഒരിക്കലും ഒരു പക്ഷി പറക്കുന്ന പോലെ പറന്നു പോയതല്ല. സോ യു ടേക്ക് എ ഡിസിഷൻ. ഇത്രയും അഡ്വാൻറ്റേജസ് കിട്ടി ലോകത്താർക്കും ഒരു യൂറോപ്യൻ രാജ്യത്തോട്ട് പോകാൻ പറ്റും. നിങ്ങൾ തന്നെ ചിന്തിക്കുക. നോബഡി ക്യാൻ ഗോ. ഒരാൾക്കും പോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പോകാനുള്ള ബേസിക് GNM, പോസ്റ്റ് BSc, BSc, 40 വയസ്സിന് താഴെയുള്ള
40 തൊട്ട് 42 വരെ ഓക്കെ. ലാംഗ്വേജ് ഒക്കെ ഉണ്ട് 42 വരെയും കിട്ടും, നത്തിങ് ടു വറി. ഒരു 40 ഐഡിയൽ ഏജ്, 41 42 വയസ്സുള്ള ഏജുള്ള ആർക്കും പോകാം. വി വിൽ പ്ലേസ് യു. ഗ്യാപ്പ് പ്രശ്നമല്ല, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് പ്രശ്നമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. വി വിൽ ഗൈഡ് യു. ഞങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രീ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റൻ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ B2 വരെ പോലും പാസ് ആകണ്ട എന്ന് നമ്മൾ പറഞ്ഞതിൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നിങ്ങൾ 1 മിനിറ്റ് എന്താണ് കാരണം എന്താണ്, B1 ആകുന്നത് ഇന്റർവ്യൂ ഇതൊന്ന് പ്രോസസ്സിംഗ് തുടങ്ങുന്നത് B2 കഴിഞ്ഞാൽ ആ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് യൂറോപ്പിൽ എത്താമല്ലോ, ഫാമിലി പെട്ടെന്ന് കൊണ്ടുവരാം. അതിനുവേണ്ടിയാണ് നമ്മൾ അതും കൂടെ പെട്ടെന്ന് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ബേസിക് സെക്ഷൻ. സോ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു രാജ്യം, ഫാമിലിയായി താമസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം, നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ട ഒരു കാര്യം പഠിക്കാതെ. ഇനി പഠിച്ചാൽ പാസ് ആകുന്ന ഓർത്ത് ടെൻഷൻ അടിക്കണം ഒരു കാര്യം, ഇത് പഠിച്ചാൽ കിട്ടാത്ത ഒരു സാധ്യത. 80ാമത്തെ വയസ്സിൽ ആൾക്കാർ എവറസ്റ്റ് കൊടുമുടി കയറുന്നില്ലേ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന 75ാമത്തെ വയസ്സിൽ അമ്മൂമ്മമാർ ഡ്രൈവിംഗ് പഠിക്കും, പാരച്ചൂട്ട് എന്ന് വലിയ ഇതിന്റെ മേളിൽ നിന്ന് ചാടുന്നു, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സുകൾ ഉണ്ടാക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങുന്നതാണോ എളുപ്പം? നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നതാണോ റിസ്ക് ഫാക്ടർ നോക്കിയാൽ? അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ മഹാമാരികളെ അല്ലെങ്കിൽ അതുകൂട്ട് രോഗങ്ങളെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുന്നു. സോ വി ഓൾ ആർ കേപ്പബിൾ. നമ്മൾ കേപ്പബിൾ ആണ്. പക്ഷെ നമ്മുടെ അയലോക്കംകാർ പറയുന്നത് യൂട്യൂബിൽ 2 പേര് തള്ളുന്ന കേട്ടിട്ട് നമ്മൾ ഇതൊന്നും നടക്കത്തെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങളെല്ലാം നഴ്സിംഗ് പാസ്സായ ആൾക്കാർ, യു ഓൾ പാസ് ഇൻ നഴ്സിംഗ്. അപ്പൊ നഴ്സിംഗ് പാസ്സായ കഴിവില്ലെന്ന് ആരാ പറഞ്ഞു? എന്റെ വൈഫിന്റെ പുസ്തകം കണ്ടിട്ട് ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എക്സാം എഴുതി പാസ്സായിട്ടുണ്ട്. സൗദിയിലെയും ഖത്തറിലെയും ദുബൈയിലെയും നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾ എന്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളാണ്. എത്ര മാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാളൊരു പേഷ്യന്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കഴിവില്ലെന്നാണ് പറയുന്നത്. ശുദ്ധ മണ്ടത്തരം. സൗദി ചെന്ന് നിങ്ങൾ അറബി പഠിച്ചിട്ടില്ലേ? അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നില്ലേ? മാൽദീവ്സ് ചെന്ന് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നില്ലേ? സോ ഇതെല്ലാം പഠിച്ച് പാസ്സാകാൻ നമ്മൾ വിചാരം നമ്മളെ കൊണ്ട് പാകും. നമ്മൾ പറഞ്ഞത് നിങ്ങളൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ച നിങ്ങളുടെ 12 വർഷം നേഴ്സിംഗ് എല്ലാം കൂടെ 16 വർഷത്തിന് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ കിട്ടണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ 7 മാസം ഞങ്ങൾ കൊടുത്ത് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീരുമാനിക്കാം. 7 മാസം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്ന പോലെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു നേഴ്സ് ആകണോ? ഈ 7 മാസം ജോലി ചെയ്യാതിരുന്ന് ഇതിനെക്കുറിച്ച് വേണ്ടെന്ന് വെച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് വെച്ച് ഒരു ട്രൈ ചെയ്യാതിരുന്ന് ഇനി അങ്ങോട്ടുള്ള ഒരു 40 അല്ലെ 50 വയസ്സ് 72 വയസ്സിനടുത്ത് നമുക്ക് ജർമ്മനിക്ക് ജോലി ചെയ്യാം കേട്ടോ. വയസ്സ് വരെ നമ്മുടെ ജീവിതം നശിപ്പിക്കണോ? ഇറ്റ്സ് യുവർ ചോയ്സ്. 7 മാസമാണോ വലുത്, 30 വർഷമാണോ വലുത്, അല്ലെ 35 വർഷമാണോ വലുത്? 35 വർഷത്തെ ലൈഫ് മാറാൻ 7 മാസം മതി. ഇനി അങ്ങനെ അല്ലാതെ നിങ്ങൾ നഴ്സിംഗിനൊന്നും പോകാനില്ല. നിങ്ങൾ സത്യം എന്ത് ചെയ്യണമായിരുന്നു? ഒരു +2 കഴിഞ്ഞ് BA ഒക്കെ എടുത്ത് കോളേജ് ലൈഫൊക്കെ അടിച്ചു പഠിച്ച് ടീച്ചറൊക്കെ ആയിട്ട് സമാധാനം എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യണം. സോ ദിസ് ഈസ് ദ ഓപ്ഷൻസ്. അതുകൊണ്ട് തീരുമാനം എടുക്കുക. എന്റെ ആഗ്രഹം അങ്ങനെ തന്നെ ഇവരെല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം. ടാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സേവ് ചെയ്യാൻ പറ്റുന്ന 1.5 ലക്ഷത്തിലേക്ക് വേണ്ടി ഡെഫിനറ്റ്ലി സേവ് ചെയ്യാൻ പറ്റും. കെയർ ഹോമിലേക്കും ഫ്രീ റിക്രൂട്ട്മെന്റ് അവൈലബിൾ ആണ്. B1 B2 ലാംഗ്വേജ് അല്ലെങ്കിൽ പിന്നെ B1 ഉണ്ടെങ്കിൽ B2 ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പാം കേട്ടോ. പക്ഷെ ഓൾവേസ് അഡ്വൈസ് B2 എടുത്തിട്ട് പോകാനാണ്. കെയർ ഹോമിൽ പോകുകയാണെങ്കിൽ കെയർ ഹോംസ് അല്ല ആർട്ടർ ഹോംസിൽ പോകുന്നവർക്ക് ഫാമിലി വിസ അക്സെപ്റ്റഡ് ആണോ? അക്സെപ്റ്റഡ് ആണ്. ഫാമിലിയെ കൊണ്ടുപോകാം. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ 3ന്റെയും അഡ്വാൻറ്റേജ് ആണ്. എപ്പോഴാണ് ഇന്റർവ്യൂ കിട്ടുന്നത്? നിങ്ങൾ B1 പാസ്സായിക്കണം ഇന്റർവ്യൂ, അല്ല B1 കയറി കഴിയുമ്പോൾ ഇന്റർവ്യൂ ഞങ്ങൾക്ക് തരും. ഏജ് ലിമിറ്റ് 40 മുതൽ 42 വയസ്സ് വരെയാണ്. 41 വയസ്സായി B2 എക്സാം പ്രിപ്പറേഷൻ ഗോയിങ് ഓൺ ആണ്. വണ്ടർഫുൾ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് യൂണിക് ലിങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. യൂണിക് ലിങ്കിൽ അപ്ലൈ ചെയ്യാൻ 8 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് കയറി പോവുക, ആർട്ടർ ഹോംസ് ജോലി ചെയ്യുക, അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് മാറുക, 8 വർഷമാകുമ്പോഴത്തേക്ക് യൂണിക് ലിങ്കിലേക്ക് മാറുക കേട്ടോ. B1 ഉണ്ടെങ്കിൽ പോകാൻ പറ്റും, B1 ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് B2 വയസ്സ് പോകുന്നതാണ്. സ്നേഹ തോമസ്, ആ റിക്വസ്റ്റ് നമ്മുടെ ഇതിനകത്ത് ഒരു നമ്പർ അവർ ടൈപ്പ് ചെയ്തിടും. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഓഫീസിൽ നിന്ന് അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടും കേട്ടോ. PR കിട്ടും. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് PR കിട്ടും. ബാങ്കിങ് ഇൻ ബിറ്റ്വീൻ ജർമ്മനി എനിക്ക് മനസ്സിലായില്ല, അതെന്താണ്? നമുക്ക് അവിടുന്ന് NRI അക്കൗണ്ട് എടുത്ത് ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. നോ വറീസ്. ഓൺലൈൻ ക്ലാസ്സസ് മാത്രമേ ഫ്രീ നേഴ്സിനുള്ളൂ, ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല.
C1 C2 സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് പഠിപ്പിക്കുന്നത് B1 B2 സെക്ഷൻസിലാണ്. A1 A2 സെക്ഷൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? B2 ട്രെയിനേഴ്സ് ആണ്. കാരണം അറിവ് കൂടിപ്പോയാലും പറഞ്ഞു തരുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. ബിക്കോസ് ഐ എം എ ടീച്ചർ, ഐ എം ഡൺ PhD, എനിക്കറിയാം, എൻ്റെ ടെക്നിക്സ് അറിയാം. അതുകൊണ്ട് ആ സെക്ഷൻസ് നമ്മൾ ഫ്രഷേഴ്സിനെ ഇടത്തില്ല, എന്ന് പറഞ്ഞാൽ C2കാരെ ഇടത്തില്ല. കാരണം അവർ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് താഴോട്ട് വരാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അപ്പം നിങ്ങളെ കൊണ്ട് എന്താണ് നിങ്ങൾ ഇത്രയും പഠിച്ച് പാസ്സായ നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒരു ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയാവുന്ന പോലെ സംസാരിക്കും. ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിന്റ്. അതുകൊണ്ടാണ് കേട്ടോ. ആ ഡേറ്റ് എടുക്കാനുള്ള ഹിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നത്തിങ് ടു വറി കേട്ടോ. മെഡിക്കൽ റിലേറ്റഡ് ക്ലാസ്സസ് എനിക്ക് മനസ്സിലായാലും ഇന്റർവ്യൂ ട്രെയിനിങ്, മെഡിക്കൽ ലാംഗ്വേജ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 33 വയസ്സായ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ, നോ വറീസ്. ഈ ലാംഗ്വേജ് ഫീസ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അടയ്ക്കണം. അപ്പോഴാണ് നമ്മൾ ലാംഗ്വേജിന് ക്ലാസ് തുടങ്ങുന്നത്. അത് റീഫണ്ട് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങൾ എഗ്രിമെന്റ് വെച്ച് കൈ തരുന്നുണ്ട്. നോ വറീസ്. ANMന് പോകാൻ പറ്റത്തില്ല. ANM നഴ്സിന് നഴ്സിംഗ് കൗൺസിൽ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ANMമാർക്ക് പോകാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ഫാമിലിയെ കൂടി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നോ വറീസ്. ഫാമിലി നമുക്ക് ജർമ്മനിക്ക് കൊണ്ടുപോകാൻ പറ്റും. B2 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ 100% നിങ്ങൾ B2 പാസ്സാകുന്നത് വരെ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും നൽകും. സ്പൗസിന് ഏത് ജോലിയും അവർക്ക് അവിടെ വന്നാൽ ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ജോലി ജർമ്മനി ചെയ്യാം. മാത്രമല്ല അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ UK ഒക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ സ്പൗസിനൊക്കെ അവരുടെ പ്രൊഫഷണലി ജോലി കിട്ടും. UK-ലൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ കെയർ ഹോം അങ്ങനത്തെ ജോലികൾ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് എഞ്ചിനീയർ ആണെങ്കിലും IT ആണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും കുറച്ചും കൂടെ വലിയ രാജ്യമായതുകൊണ്ടും ഹ്യൂജ് ഓപ്പണിങ്സ് ഉള്ളത് കൊണ്ടും ഇവർക്ക് എന്ത് ചെയ്യും, ഇവർക്ക് ഈ അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടും കേട്ടോ. അതൊരു ഒരു നല്ലതാണ്. ഏത് ജോലി അവർക്ക് ചെയ്യാൻ പറ്റും. PCC മാൻഡേറ്ററി ആണ്. വിസയ്ക്ക് വേണ്ടി നമുക്ക് PCC വേണം. അതിനൊക്കെ വി ഹാവ് ഓപ്ഷൻസ്, നത്തിങ് ടു വറി. ഫസ്റ്റ് ഒരാൾക്ക് ഹോസ്പിറ്റൽ, ഇത് ഔട്ടർ ഹോംസ് പറഞ്ഞാൽ സംതിങ് ലൈക്ക് എ ഹോസ്പിറ്റൽ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റും. നോ വറീസ്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് നാട്ടിലുണ്ടാക്കാൻ നിൽക്കേണ്ടത്. നേരെ ജർമ്മനിക്ക് വരിക. ആരുടെ അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് മാറാൻ പറ്റും. ഫോർ 12 hours ഡ്യൂട്ടി ഷിഫ്റ്റ്, ഹൗ ക്യാൻ ഐ അറ്റൻഡ് ദ സൂം ക്ലാസ്സസ് ഫ്ലെക്സിബിൾ. ഞാൻ ആ 3 ടൈമിംഗ് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓഫ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിന് കയറാം. ഓഫ് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ റെക്കോർഡിംഗ് ലെസൺസ് കിട്ടുകയും ചെയ്യും. സോ നത്തിങ് ടു വറി. ഫാമിലി ആദ്യം തന്നെ കൊണ്ടുപോകാം, പക്ഷെ എക്സാം പാസ്സാകുന്നവരെ നിങ്ങൾ ഫാമിലിയുടെ ചെലവ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ നിങ്ങളുടെ എക്സാം ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫാമിലിയെ കൊണ്ടുപോയാൽ മതി. എക്സാം സെന്റേഴ്സ് കേരളത്തിൽ മൊത്തമുണ്ട്, മൾട്ടിപ്പിൾ കൺട്രീസിലുണ്ട്. അതറിയേണ്ട ആൾക്കാർ നമ്മുടെ ഓഫീസിൽ ഇതിനകത്ത് വരുന്ന നമ്പറുകളിലോ നിങ്ങൾക്ക് ചാറ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത ആൾക്കാരോ ആരെയെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. B2 പാസ്സായ പ്രോസസ് ചെയ്ത് തരുമോ? തീർച്ചയായിട്ടും പ്രോസസ് ചെയ്ത് തരും. പക്ഷെ അത് ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ. കാരണം നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ പിള്ളേർക്കാണ്. നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പുറത്തുള്ളവർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഓഫീസ്, അവൻ അതിനുള്ള ഓപ്ഷൻസ് പറഞ്ഞു തരും കേട്ടോ. വർക്ക് ചെയ്യുന്ന സൗദിയിലാണ്. ഇവിടെ 3 year കോൺട്രാക്ട് ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് 6 നിർബന്ധമൊന്നുമല്ല. അലീന വി ഹാവ് ഓപ്ഷൻസ്, നത്തിങ് ടു വറി. സൗദിയിലുള്ള മെജോറിറ്റി ആൾക്കാർക്ക് കോൺട്രാക്ട് ഇഷ്യൂസ് ഉണ്ട്, ബട്ട് വി ഹാവ് സൊല്യൂഷൻസ്, ഡോണ്ട് വറി. കെയർ ഹോമിൽ വർക്ക് ചെയ്ത് നിങ്ങൾ കെയർ ഹോം ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, കെയർ ഹോം ആയിട്ടോ ഒന്നും ചിന്തിക്കല്ലേ. നിങ്ങൾ ചുമ്മാ ഔട്ടർ ഹോംസ് ഇൻ ജർമ്മനി അടിച്ചു കൊടുക്കുക. ഇറ്റ്സ് എ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ. നിങ്ങൾ അവിടെ പോയ ആൾക്കാരും നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകത്തില്ല. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് 2 വർഷമെങ്കിലും കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് മാറാൻ പറ്റത്തുള്ളൂ. ഷോമണി വേണമെന്നും വേണ്ട. ഫാമിലീസിലേക്ക് യാതൊരു ഷോമണി, യാതൊരു കാര്യങ്ങളും വേണ്ട. നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിൽ എവിടെ ആണെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ളപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ നന്ദി. കാരണം ഞങ്ങൾ ഓരോ മാസവും ഞങ്ങൾ ഫീസിനകത്ത് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. കാരണം നോർമലി ആൾക്കാർ ഇതിന് 70,000 രൂപയാണ് നോർമലി എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. നമ്മൾ പിള്ളേർക്കുള്ളൊരു അഡ്വാൻറ്റേജസ് ആയിക്കോട്ടെ എന്നോർത്താണ് ഫീസ് കുറച്ച് വാങ്ങുന്നത്. ബട്ട് ഇതൊക്കെ റിക്രൂട്ട്മെന്റ് ഉള്ളവരെ നമ്മളെ കാര്യങ്ങൾ കാണിച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്ലോലി ഫീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ 2 മാസം കഴിഞ്ഞാൽ വരുന്നെങ്കിൽ ഇപ്പോഴേ ജോയിൻ ചെയ്യുന്നതാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബെനിഫിറ്റ് കേട്ടോ. ടീച്ചിങ് മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലൊന്നും ഒരു കാരണവശാലും നമ്മളെ ജർമ്മൻ പഠിപ്പിക്കുന്നില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മദർ ടങ് മലയാളമാണ്. നമുക്ക് മലയാളം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. ഇംഗ്ലീഷ് അറിയേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ക്ലാസ്സുകൾ പ്യുവർലി മലയാളത്തിലായിരിക്കും. B2 വരുന്ന സമയത്ത് C1 ലെവേഴ്സ് ജർമ്മനി എന്നുള്ള ട്രെയിനേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മനി ക്ലാസ്സും കാര്യങ്ങളും വരും. ബട്ട് നത്തിങ് ടു വറി. അപ്പോഴേക്കും വി വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ ഫോളോ ജർമ്മൻ ലാംഗ്വേജ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ജർമ്മൻ ലാംഗ്വേജ്. അല്ലാതെ ഒരിക്കലും നമ്മൾ തരത്തില്ല കേട്ടോ. ഓൺലൈൻ ക്ലാസ്സസ് ആണ് തരുന്നത്. ഫ്രഷേഴ്സിന് ഔട്ടർ ഹോംസിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. ഗോ. B2 ഫിനിഷ് ചെയ്ത് 4 മാസമാണ് നോർമലി നമുക്ക് പ്രോസസ്സിങ്ങിന് ടൈം എടുക്കുന്നത്.
40 years ആണ് സിന്ന. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഫൈൽ. ജോയിൻ ചെയ്യാം കേട്ടോ. അവിടെ എക്സാം എഴുതാൻ 3 പ്രാവശ്യത്തെ ഓപ്ഷൻസ് കിട്ടും. 3 വർഷത്തിനുള്ളിൽ പാസ്സായാൽ മതി. ഇന്ന് വരെ ആരും 3 പ്രാവശ്യം എക്സാം പോലും തിരിച്ചു വന്നിട്ടില്ല. നത്തിങ് ടു വറി. ഗോയിറ്റ് എക്സാം ആണ്, ഗോയിറ്റ് എക്സാം ആണ്. ഇന്റർവ്യൂ പാസ്സാകും. ഞങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ്ങും കാര്യങ്ങളും തരുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെക്കാളും വളരെ അത്യാവശ്യമാണ് ജർമ്മൻകാർക്ക് നിങ്ങൾ. അതുകൊണ്ട് നത്തിങ് ടു വറി. എന്താണ്, അവർക്ക് നിങ്ങളെ ആവശ്യമാണ്. കാരണം അവർക്ക് ഹ്യൂജ് വേക്കൻസി ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് അവര് ഇന്റർവ്യൂ ഒക്കെ പാസ്സാക്കും. ഞങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ്, നിങ്ങൾക്ക് ജർമ്മൻകാർ വരെ നമുക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങും കാര്യങ്ങളും തരും കേട്ടോ. നോ വറീസ്. അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുവാണ്. ടി ബി ഉള്ള ഒരാളാണ്. ടി ബിക്കകത്ത് പാച്ചസ് ഉണ്ടെങ്കിൽ വിസ റിജക്ഷൻസിന്റെ പോസിബിലിറ്റീസ് ഉണ്ട്. അത് സ്നേഹ ജോണി. അത് ടി ബി നിർബന്ധം, സോറി, നമ്മുടെ ടി ബി ടെസ്റ്റ് നിർബന്ധമാണ്. പിന്നെ നിങ്ങൾക്ക് അത് സ്പെക്ട്രം ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ ദർ ഇസ് എൻ ഓപ്ഷൻസ് കേട്ടോ. എനിവേ അതിന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ അതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞു തരാം. എന്നെ ഒന്ന് സ്നേഹ ജോണി ഒന്ന് ഓഫീസിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഐ വിൽ ഗീവ് എൻ അപ്ഡേറ്റ് കേട്ടോ. ഇഫ് ഐ നീഡ് ഓൺലി റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ഷുഡ് ഐ നീഡ് ടു പേ ദ എമൗണ്ട്. നിങ്ങൾ റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് മാത്രം മതിയെങ്കിലും നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നല്ല. നിങ്ങൾ ലാംഗ്വേജിന്റെ പൈസ അടച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓൺ ബോർഡ് ചെയ്തവരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ അതിനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ലിയ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. B2 അങ്ങനെ ലേറ്റ് ആകത്തൊന്നുമില്ല. നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും. എത്ര വർഷം ഡേറ്റ് എടുക്കാം. ഡിപ്പെൻഡന്റ് നീഡ് എനി ജർമ്മൻ കോഴ്സ്. നോർമലി ഡിപ്പെൻഡന്റ് വിസ കിട്ടാൻ വേണ്ടി ജർമ്മൻ കോഴ്സ് ഒന്നും വേണ്ട. പക്ഷേ ഒരു A1 A2 എല്ലാം പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അത്യാവശ്യം സംസാരിക്കാൻ പഠിക്കൂല. അതൊന്നും ഇഷ്യൂസ് ഉള്ള കാര്യമേ ഇല്ല. ഓൺലൈൻ ക്ലാസ് ആണ് തരുന്നത്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഡ്യൂ ടു 1 year ആയിട്ട് ഗ്യാപ്പാണ്. ശ്രീകുട്ടി കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്കതിന് ലാംഗ്വേജ് ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് കാണിച്ച് വി വിൽ ഗെറ്റ് യു വിസ കേട്ടോ. A1 അറ്റൻഡ് ചെയ്ത് നിർത്തിയ ഒരു കുഴപ്പമില്ല. ഞങ്ങളെ കോൺടാക്ട്, ഞങ്ങൾ A1 എടുത്ത് തുറന്നിട്ട് ഒന്നുകൂടെ പഠിപ്പിക്കാമല്ലോ. നിങ്ങൾക്ക് വണ്ടർഫുൾ ക്ലാസ്സസ് ആണ്. ഒരിക്കലും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഞങ്ങളുടെ IITയുടെ നമ്മുടെ പേജ് നിങ്ങൾ എടുത്തു നോക്ക്. എത്ര ആൾക്കാരാണ് A1 A2 ഒക്കെ ക്ലാസ്സസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഇട്ടേക്കുന്നത്. പിന്നെ A1 to B2 വരെ നമ്മൾ എഴുതണം കേട്ടോ. റോസ്ലി അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. A1 A2 B1 B2 ഇതാണ് 4 സെക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ B2 മാത്രം എഴുതിയാൽ മതി. A1ഉം A2ഉം B1ഉം ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാം നിങ്ങൾ പാസ്സായാൽ മതി. ഒരിക്കലും നിങ്ങൾ എക്സാം എഴുതി പൈസ കളയേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ഇനി B2 എഴുതി നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേണം ബാക്കി പോയി B1 എഴുതി അത് വെച്ച് പ്രോസസ്സിങ് ചെയ്യാം. അതുകൊണ്ട് A1 to B2 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യുക വേണ്ട. B2വിന്റെ ഒരു 20 രൂപ എക്സാം ഫീസ് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. B2 മാത്രമായിട്ട് സൂം ക്ലാസ് ചില ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫീസ് ഒന്നിച്ചാണ് അടയ്ക്കേണ്ടത്. ചെറിയൊരു ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ഞാൻ മേടിച്ചു തരാം. ബട്ട് അതിനൊരു ലിമിറ്റേഷൻസ് കാണും. കാരണം നമ്മൾ ഈ നോർമൽ ഫീസിന്റെ പകുതിയൊക്കെ എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു കേട്ടോ. നോ വറീസ്. B1 പാസ്സായിട്ട് പോകാൻ പറ്റും. B2 അവിടെ ചെന്നിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളോട് B2 ചെല്ലുമ്പോൾ നിങ്ങൾ B2 പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ എന്ത് പഠിക്കണം, നിങ്ങൾ ഈ അതിനുള്ള എക്സാമിനുള്ള കാര്യങ്ങളും പഠിക്കണം. ആ ഒരു കൾച്ചറുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റും ചെയ്യണം. അതുകൊണ്ട് ഓൾവേസ് അഡ്വൈസബിൾ B2 ആണ്. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ടു if you plan to go with the B1, we will help you. No worries. Anu Kuriakos, could you please change class time? അതെനിക്ക് ക്ലിയർ ആയില്ല. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ജർമ്മനി ചെന്നിട്ട് 1 year കഴിയുമ്പോൾ ലീവ് കിട്ടുമോ? നാട്ടിൽ പോകാൻ പിന്നെ എപ്പോൾ വേണമെങ്കിൽ ലീവ് കിട്ടും. ആരോ ഒരാളുണ്ട്, നമ്മൾ ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്ന പോലെ ഡെഫിനറ്റ്ലി ലീവ് കിട്ടും. നിങ്ങൾക്ക് ആനുവൽ ലീവ് കാര്യങ്ങളും ഉണ്ട്. അത് പെയ്ഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ബാച്ച് വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും നമ്മുടെ മെസ്സേജിനകത്ത് അയക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് IVR നമ്പർ അങ്ങനത്തെ പല കാര്യങ്ങളും തരുന്നതാണ്. നിങ്ങളത് കോൺടാക്ട്, ഫുൾ അസിസ്റ്റൻസ് കിട്ടും. രമ്യ, നത്തിങ് ടു വറി. അത് കോൺടാക്ട്, അവർ ആ ഡീറ്റെയിൽസ് പറഞ്ഞിരും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 7 മാസത്തിനടുത്താണ് ക്ലാസ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ലീവ് എടുക്കാനൊക്കെയുള്ള പല മൾട്ടിപ്പിൾ ഓപ്ഷൻസും കാര്യങ്ങളും തരും കേട്ടോ. അപ്പോൾ ജർമ്മൻ എക്സാം ഒക്കെ പാസ്സാൻ മുമ്പ് തന്നെ നമ്മൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം B1 ഇന്റർവ്യൂ കിട്ടുന്നത് വിൽ സ്റ്റാർട്ട് ദ പ്രോസസ്സിംഗ്. നിങ്ങൾ B2 എഴുതി എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. എന്താണ്, ഞാൻ പഠിച്ച് പാസ്സായി 3 ലക്ഷം രൂപ അടുത്തുള്ള ഒരു ഓഫർ ലെറ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ ദാറ്റ് വിൽ എൻകറേജ് ചെയ്യും. അതുകൊണ്ട് അത് പെട്ടെന്ന് തരും കേട്ടോ. എത്ര പ്രാവശ്യം വേണം ജർമ്മൻ എക്സാം അറ്റൻഡ് ചെയ്യാം. A2 ബാച്ച് നിങ്ങൾക്ക് കയറാൻ ഒരു കുഴപ്പമില്ല. നമ്മുടെ A2 ബാച്ചുകൾ പോകുന്നുണ്ട്. ഓഫീസ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് നമ്പർ അവർ പിൻ ചെയ്തിടും. നിങ്ങൾക്ക് ഏതെങ്കിലും മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിലിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഏത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടോട്ടൽ പേയ്മെന്റ് 38,500 വിച്ച് ഈസ് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്.
പിന്നെ ഒരു 50,000 കൂടെ അങ്ങോട്ട് തരുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് -50,000 ആണ്. മലയാളത്തിലാണ് ക്ലാസ് തരുന്നത്, നോട്ട് ഇൻ ഇംഗ്ലീഷ്, ബിക്കോസ് മലയാളികളാണ് കൂടുതലും. B1 വെച്ച് പോകുമ്പോഴും പ്രോസസ്സിങ്ങിന് ഫീസ് വേണ്ട, നത്തിങ് ടു വറി. സെയിം എക്സിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടും, 100% കിട്ടും. 44 years ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. സുബിത, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, പ്ലീസ് കോൺടാക്ട് മീ, ഞാനത് പറഞ്ഞുതരാം. IIT ടെസ്റ്റ് അബ്രോഡ് സെയിം ആണ്, രണ്ടും നമ്മുടെ തന്നെ സ്ഥാപനമാണ്. എൻ്റെ കൂടെ നിന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ IIT നമ്മുടെ ലാംഗ്വേജ് ട്രെയിനിങ് ഫോം ആണ്. അവിടുത്തെ ടീച്ചേഴ്സ്, ആൾക്കാരെല്ലാം ഓൾവേസ് ദ റിസർച്ച് അബൌട്ട് ലാംഗ്വേജ് പ്രോഗ്രാംസ്, കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, ക്ലാസ്സസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. വേറെ ടിൻസ് അബ്രോഡ് റിക്രൂട്ട്മെന്റ് ഫോം, അവർ റിക്രൂട്ട്മെന്റ്, ഇമിഗ്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഫുൾ ടൈം ലാംഗ്വേജ്, OET ആയിട്ട് IELTS ആയിക്കോട്ടെ, ജർമ്മൻ ആയിക്കോട്ടെ, ഡാനിഷ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ പല പല ലാംഗ്വേജുകൾ പഠിപ്പിക്കുക, റിസർച്ച് ചെയ്യുക, കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കോൺസെൻട്രേറ്റഡ്. അത് രണ്ട് ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. B2 എക്സാം സെന്റർ കേരളത്തിൽ കിട്ടും, നത്തിങ് ടു വറി. അടുത്തത്, താങ്ക് യു സോ മച്ച്. ക്ലാസ്സിന് മുമ്പ് പേ ചെയ്യണോ? വി വിൽ ഗീവ് യു ദി ഓപ്ഷൻ. സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട്. എനിക്ക് തോന്നുന്നു എന്നോട് ചോദിച്ച ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ജൂലൈ 14 നമ്മുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോറി, നെക്സ്റ്റ് ബാച്ച് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഓൺ July 14, which means ജസ്റ്റ് 10 ഡേറ്റേ ഉള്ളൂ. കുറച്ച് സീറ്റുകളൂടെ നമുക്ക് അതിനകത്ത് വേക്കൻ്റ് ഉണ്ടെന്നാണ് എനിക്കിപ്പം മെസ്സേജ് തന്നേക്കുന്നത്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസ് എവിടെയാണ് നമുക്ക് ഓഫീസുകളുള്ളത്? കൊച്ചിയിൽ നമുക്കൊരു ഓഫീസുണ്ട്, കലൂർ മെട്രോയുടെ ഓപ്പോസിറ്റ്. അതുപോലെ കോട്ടയം കഞ്ഞിക്കുഴി നമുക്കൊരു ഓഫീസുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പനയിൽ നമുക്കൊരു ഓഫീസുണ്ട്. ആൻഡ് അവർ ന്യൂ ഓഫീസ് ഇസ് ഗോയിങ് ടു ബി ഇൻ ദുബായ്. ദുബായിൽ നിങ്ങൾക്ക് സൂൺ ഞങ്ങളെ വിസിറ്റ് ചെയ്യാം. സോ ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഓഫീസിൽ. കൂടാതെ ജർമ്മൻ കൊളോണിലും ബെർലിനിലും നമുക്ക് ഓഫീസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ UK നമുക്ക് നമ്മുടെ പ്രസൻസ് ഉണ്ട്, ഓഫീസും കാര്യങ്ങളും ഉണ്ട്. ആസ് എ UK, വി ഹാവ് എ സെറ്റപ്പ് ഇൻ UK. അപ്പം നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വന്നും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നത്തിങ് ടു വറി കേട്ടോ. എന്നെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഉറപ്പായിട്ടും എന്നെ അസിസ്റ്റൻസും കാര്യങ്ങളും കിട്ടുന്നതാണ്. പക്ഷെ പലപ്പോഴും ട്രാവൽ ആയതുകൊണ്ടൊക്കെ എനിക്ക് കോളുകൾ എടുക്കാനൊന്നും സാധിക്കാറില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എൻ്റെ നമ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ. ബട്ട് ഇൻ എമർജൻസി കേസസ് ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ ആ ഫ്രീ ടൈം ഒക്കെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ നമ്മൾ ഏകദേശം ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ സെക്ഷൻസ് അവസാനിപ്പിക്കുകയാണ്. സോ എൻ്റെ എയിം എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇന്നൊരു ഡിസിഷൻ എടുക്കുക. വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു ഡേറ്റ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലാണെങ്കിൽ ഡേറ്റ് കണ്ടിട്ട്, ഇന്നിപ്പോൾ ജൂലൈ മാസം 24 തീയതി, 5 തീയതിയോ മറ്റുമാണ്, 3 തീയതിയോ 4 തീയതിയാണ്. നെക്സ്റ്റ് ഓണം ഐ വിൽ സെലിബ്രേറ്റ് ഇൻ ജർമ്മനി. ടേക്ക് എ ഡിസിഷൻ. ഞങ്ങൾക്കൊരു ഫേമസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അടുത്ത ഓണം എൻ്റെ സ്വപ്ന രാജ്യത്ത്. സോ എൻ്റെ നെക്സ്റ്റ് ഓണം ജർമ്മനിയിൽ. അത് രാവിലെ വിട്ട് വിഷ്വലൈസ് ചെയ്യുക. കേരളത്തെക്കാൾ അതിമനോഹരമായിട്ട് ഇതാഗ്രഹിക്കുന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ആദ്യം നിങ്ങളൊന്ന് സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക, എഴുതി വെക്കുക. ഒരു ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടണം, ഫ്ലൈയിങ് ടു ജർമ്മനി, ഫ്ലൈയിങ് ടു ബെർലിൻ, ഫ്ലൈയിങ് ടു ഫ്രാങ്ക്ഫർട്ട്. എന്നിട്ട് അതെന്ത് ചെയ്യണം? അത് സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതെടുത്ത് എല്ലാ ദിവസവും കാണണം. അല്ലെങ്കിൽ ഓൺലി മീ ആക്കണം സ്റ്റാറ്റസ് ഇടണം, ഫ്ലൈയിങ് ടു ജർമ്മനി ഓൺലി മീ. വേറെ ആർക്കും കാണാത്ത, എനിക്ക് മാത്രം കാണാം. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ, നമുക്ക് മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ ഇടയ്ക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സങ്കടമൊക്കെ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങളൊരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് ഈ ഓഫീസിലെ നമ്പർ നമ്മുടെ ചാറ്റിൽ തന്നിട്ടുണ്ട്. അതായത് 8593000395. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഏതെങ്കിലും ടെലികോളറാണ് കോൺടാക്ട് ചെയ്തെങ്കിൽ അവരുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങളുടെ IVR നമ്പറിൽ കണക്ട് ചെയ്തിട്ട് ജർമ്മൻ ട്രെയിനിങ് സെക്ഷൻസ് നിങ്ങൾക്ക് കോൾ അമർത്തിയാൽ ഞങ്ങളുടെ ഗൂഗിളിൽ നിന്നും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജർമ്മൻ്റെ പർട്ടിക്കുലർ സെക്ഷൻ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് അസിസ്റ്റൻസ് കിട്ടും. ഹൈ ആയിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ കൗൺസിലേഴ്സ് പറഞ്ഞു തരത്തില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഞാൻ അതിനുള്ള അഡ്വൈസും കാര്യങ്ങളും അവരിൽ നിന്നും ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതും കൂടാതെ എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പക്ഷേ തിരക്കായതുകൊണ്ട് പലപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെബിനാറിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ടേക്ക് എ ഡിസിഷൻ, യു ക്യാൻ പാസ് ദി എക്സാം. നിങ്ങൾക്ക് അതിനുള്ള കാലിബറും കാര്യങ്ങളും ഉണ്ട്. ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് അവിടെ പോയി മഞ്ഞത്തൊക്കെ 2 മഞ്ഞ് വാരി എറിയുക. വേറൊന്നും വേണ്ടായിരിക്കും, ജോലി വേണ്ട, ശമ്പളം വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഡ്രീം എന്താണ്? മഞ്ഞ് വാരി എറിയുക എന്നുള്ളതാണ്.
അതിലൊരു തീരുമാനം എടുക്കുക. മഞ്ഞത്തിക്കുന്ന ഫോട്ടോ അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഇടണം. ഞാൻ തോന്നുന്നു അങ്ങനെ കുറച്ച് പേര് മാത്രം അവർക്ക് മാത്രം പൈസ, കുറച്ച് പേര് മാത്രം യൂറോപ്പ് ലൈഫ് എൻജോയ് ചെയ്യുന്നു, കുറച്ച് പേര് മാത്രം ഇൻസ്റ്റഗ്രാമിൽ വ്ളോഗ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി ഒന്നുമില്ലാത്തവരാണെങ്കിലും, നിങ്ങൾ കഴിവില്ലാത്തവരാണെങ്കിലും, നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിലും, നിങ്ങളെപ്പോലെയുള്ളവരും നമ്മളെപ്പോലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ലോകം. എല്ലാവരും സക്സസ് ആകണം. അപ്പൊ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും, നിങ്ങൾക്ക് കഴിവില്ലെങ്കിലും, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലെങ്കിലും, ഒരു റെഗുലർ സ്ഥാനത്ത് പോകാൻ സാഹചര്യം ഇല്ലെങ്കിലും, നിങ്ങൾ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം നിൽക്കാൻ, കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കാൻ, പണം സമ്പാദിക്കാൻ, തലയുയർത്തി നടക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ച് നമ്മളെ ഒരു നഴ്സിങ്ങിന് വിട്ട്. അപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ നഴ്സിംഗ് പഠിപ്പിച്ചു, അവളിപ്പോൾ യൂറോപ്പിലാണ്, ഞാൻ അവളെ യൂറോപ്പിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, പാരീസിൽ ഈഫൽ ടവർ കണ്ടെന്ന് അവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് അതെന്നാ പൈസയുള്ളവർക്ക് മാത്രം പറഞ്ഞ കാര്യം അല്ല. അതിനൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾ തീരുമാനമെടുത്ത്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഈ നാട്ടിലെ കൾച്ചർ മാറിയതിന്റെ കാരണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാറിയതിന് കാരണം, ഒരാള് എസ്പെഷ്യലി ഒരു നേഴ്സ് തൻ്റെ ഇടത്തോടെ അവര് പഠിച്ച് പുറത്തോട്ട് പോകാൻ വേണ്ടി നിന്നതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ഔട്ട് ദി ഗവൺമെന്റ്. അപ്പൊ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മാറ്റും. ഇത് വേറൊരാൾ മാറ്റാൻ നിൽക്കരുത്. നിങ്ങളുടെ മക്കൾ മാറ്റാൻ നിൽക്കണ്ട, നിങ്ങളുടെ ഹസ്ബൻഡ് മാറ്റാൻ നിൽക്കണ്ട, നിങ്ങളുടെ വൈഫ് മാറ്റാൻ നിൽക്കണ്ട, വേറൊരാൾ മാറ്റാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ പഠിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ അധ്വാനം ചെയ്യും. ലോ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഞാൻ ഹൈ ക്ലാസ് ഫാമിലിയിലെത്തും. ഫിനാൻഷ്യലി ഉള്ള ഫാമിലിയിൽ നിന്നും ഞാൻ റിച്ച് ഫാമിലിയിലോട്ട് എത്തും. അതിലേക്ക് നിങ്ങൾ തീരുമാനമെടുക്കും. അത് നിങ്ങളുടെ ഡിസിഷനാണ്. എനിക്ക് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്യണമെന്നുള്ളതും പഠിക്കാന്നുള്ളതും നിങ്ങളുടെ തീരുമാനം. ഞങ്ങൾ പുറകെ നടന്ന് നിങ്ങളെ പഠിപ്പിക്കും. കഴിഞ്ഞ ദിവസം കൊണ്ട് ആരോ പറഞ്ഞു കേട്ടു, നമ്മുടെ ഓഫീസിൽ നിന്ന് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്ക് ചെല്ലുന്ന കോള് കുറച്ച് തരാമെന്ന് ചോദിച്ചു. എവറി വീക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് ക്ലാസ് കൊള്ളാവോന്ന് ചോദിക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്. അല്ലാതെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെയൊന്നുമല്ല, അങ്ങോട്ട് നിങ്ങളെ വിളിക്കും. ജോയിൻ ചെയ്ത ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്തുണ്ട്, അവർക്കറിയാം. നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഒരാഴ്ച കൂടുമ്പോൾ മേടിക്കണം, ഒരാഴ്ച കൂടുമ്പോൾ വിളിക്കും, രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വിളിക്കും. ട്രേസ് എന്നെ മന്ത് മതി, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ കോൾ ചെയ്യും, നിങ്ങളെ വിളിക്കും, നിങ്ങളോട് സംസാരിക്കും, എൻകറേജ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ബേസിക്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആരാണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ അതും കൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് ഓക്കെ. എനിക്കൊന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ്. അപ്പം നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് മാറ്റും. എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. തീരുമാനം മാറ്റും. അത് നിങ്ങളായിക്കോട്ടെ. എൻ്റെ കുടുംബത്തിന്റെ ഭാവി മാറ്റി ഞാൻ അഭിമാനത്തോടെ പറയാൻ പറ്റും. പിന്നെ ലൈഫിൽ നമ്മൾ ഇതിലെ നടന്ന് കുറച്ച് ജോലിയും ചെയ്ത് കുറച്ച് ഫുഡും കഴിച്ച് അങ്ങനൊന്നും അല്ലല്ലോ. ലോകം കാണണം, നല്ല കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം, പല സ്ഥലത്ത് വിദേശങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റണ്ടേ. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ 8 മണി മുതൽ 12 വരെയുള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങൾ ഒത്തിരി, ഞാൻ സോ ഹാപ്പി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സൂം മീറ്റിംഗ് കയറാൻ നിങ്ങളൊരു ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ നിങ്ങളൊരു പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് തന്നെ ഒരു പോസിറ്റീവ് സൈനാണ്. എനിക്ക് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മടിയന്മാരോട് എനിക്ക് ഭയങ്കര കലിപ്പാണ്. മടിയന്മാരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഓൾവേസ് പീപ്പിൾ, ഒന്നുമില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും 5 പൈസ കയ്യിലില്ലെങ്കിലും ഞാൻ ഐ വിൽ സക്സസ് എന്നുള്ള തീരുമാനം എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുത്തവരാണ് ഈ സൂമിനകത്തിരിക്കുന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ്. നമുക്ക് ഒന്നിച്ചൊരു യാത്ര തുടങ്ങാം. ഇനി ഞാൻ ജർമ്മനി ഫ്രീക്വൻലി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ ഓൾറെഡി കയറ്റിവിട്ട 2-3 നേഴ്സസിന്റെ ഒപ്പം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇതുപോലത്തെ ഒരു സൂം മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ പറഞ്ഞാണ്, നമ്മൾ നേഴ്സിങ്ങിന് വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും, നമ്മൾ പാസ്സാകും, നമ്മൾ ജർമ്മനിയിൽ പോകും, നമ്മൾ രാജ്യങ്ങളിൽ വെച്ച് ഒന്നിച്ച് കാണും, നമ്മൾ കാപ്പി കുടിക്കും. അടുത്ത 8-ാം തീയതി ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് വി ആർ ഗോണ മീറ്റ്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് എടുത്ത് ഞാൻ FB ഇടാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈവസി ഉണ്ടെങ്കിൽ ഐ വിൽ ഡു ദാറ്റ് കേട്ടോ. അപ്പം സോ അത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ മുഖം കാണാതെ ലൈവ് ചെയ്യാൻ പറ്റും, ഞാൻ ലൈവ് ചെയ്യാം. ഓക്കെ. അപ്പം അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കുന്നത്. എനിക്കൊരു ചായ മേടിച്ചിറണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിലും ഒരു ഡ്രീം എടുക്കുക, ഒരു സ്വപ്നം കാണും. ലൈഫ് സക്സസ് ആകട്ടെ. ഞാൻ എല്ലാവരും അഭിനന്ദിക്കുന്നു. നിങ്ങളൊക്കെ കാലിബറുള്ളവരാണ്, നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യരാണ്, സാധാരണക്കാരാണ്. നിങ്ങൾ ലൈഫിൽ സക്സസ് ആകും. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പ്രാർത്ഥിക്കുക, പഠിക്കുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ബാച്ചിലേക്ക് കുറച്ചും കൂടെ നമുക്ക് സീറ്റുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമ്മുടെ ഫോൺ നമ്പർ ഈ ചാറ്റിലുണ്ട്, നിങ്ങളത് എഴുതിയെടുക്കുക. എന്താണ് നമ്മുടെ ആ നമ്പർ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ്. ഇനി ഇതിനകത്ത് അറിയാത്ത ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ
ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അഡ്മിഷൻ മാനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അവർ നിങ്ങൾ കൊടുത്തുണ്ടായിരിക്കും. അവർ നിങ്ങളെ സഹായിക്കും. താങ്ക് യു സോ മച്ച്. ബൈ കേട്ടോ. ബൈ.